സ്തുതിക്കുന്നു യേശുവേ നാഥ, അങ്ങയെ ശബ്ദമുയർത്തി ഒരിക്കൽ കൂടി യേശുവേ നാഥ, അങ്ങയെ. കർത്താവേ, എന്റെ ആരാധന നിനക്ക്. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവേ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. കർത്താവേ, അതൊരു പ്രാർത്ഥനയാ കർത്താവേ. ഇന്ന് കർത്താവ് അങ്ങിലൊന്ന് നിറഞ്ഞ്, കർത്താവെ അങ്ങിലൊന്ന് നിറയുവാൻ കർത്താവെ, മുട്ടോളമല്ല കർത്താവേ. ഓ മുട്ടോ കർത്താവ്, എനിക്ക് മുട്ടോളം പോരാ, അരയോളം പോരെ കർത്താവേ. കർത്താവിലൊന്ന് നീന്തി തുടിക്കുവാൻ, എല്ലാം മറന്ന് കർത്താവിലൊന്ന് ആനന്ദിക്കുവാൻ. ഓ നിറയ്ക്കുക നിന്നഗ്നിയാൽ, നിറയ്ക്കുക നിൻ ശക്തിയാൽ, നിറയ്ക്കുക നിൻ ജീവനാൽ, നിന്നെ ഘോഷിക്കുവാൻ. ഓ നിറയ്ക്കുക നിന്നഗ്നിയാൽ, നിറയ്ക്കുക നിൻ ശക്തിയാൽ, നിറയ്ക്കുക നിൻ ജീവനാൽ, നിറയ്ക്കുക. ഓ നിറയ്ക്കുക നിന്നഗ്നിയാൽ, നിറയ്ക്കുക നിൻ ശക്തിയാൽ, നിറയ്ക്കുക നിൻ ജീവനാൽ, നിന്നെ ഘോഷിക്കുവാൻ. നിറയ്ക്കുക നിറയ്ക്കുക നിൻ ജീവനാൽ, നിന്നെ ഘോഷിക്കുവാൻ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ. ഓ മുട്ടോ കർത്താവേ, അങ്ങിലൊന്ന് നിറയുവാൻ, അങ്ങിലൊന്ന് ആനന്ദിക്കുവാൻ, അങ്ങിൽ നീന്തി തുടിക്കുവാൻ. ഓ മുട്ടോള കർത്താവേ, അങ്ങയുടെ അകത്ത് നീന്തി തുടിക്കുവാൻ, അങ്ങയുടെ ആനന്ദത്തിൽ നീന്തി തുടിക്കുവാൻ കർത്താവേ എന്നെ സഹായിക്കണം. ഓ മുട്ടോളമല്ല അരയോളവും മുങ്ങിടുവാൻ. ഓ ചേർന്ന് നല്ല കർത്താവിനെ സ്തുതിച്ചാണ്. ഇത് പോരാ, ഒരിക്കൽ കൂടി ശബ്ദമുയർത്തി ഹല്ലേലൂയ. എന്റെ യേശു ഇതിന്റെ മധ്യത്തിൽ ഉണ്ടെന്ന് എത്ര പേർ കുറവുണ്ട്? ഹല്ലേലൂയ. ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കും, ഹല്ലേലൂയ. ഞാൻ എന്റെ കർത്താവിനെ ആരാധിക്കും. അത് ചിലരുടെ ഉറപ്പാ, അത് ചിലരുടെ ധൈര്യമാ. ഹല്ലേലൂയ. ഞാൻ എന്റെ കർത്താവിനെ, എത്ര പേർക്ക് പറയാൻ ഉറപ്പുണ്ട് ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുമെന്ന്? എന്റെ കർത്താവ് ആണെങ്കിൽ, ഹല്ലേലൂയ, എന്റെ കർത്താവ് ആണെങ്കിൽ എനിക്ക് വേണ്ടിയത് മുഴുവനും അവൻ കരുതിയിട്ടുണ്ട് എന്നുള്ളൊരു ധൈര്യവും ഉറപ്പും എനിക്കുണ്ട്. അതിൽ ഞാൻ വിശ്വസിക്കുമല്ല, അതെനിക്കറിയാം. ഞാൻ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്ന്. അങ്ങനെയാണ് ഇന്ന് കർത്താവിനെ സ്തുതിക്കുമ്പോൾ ആ ധൈര്യത്തോടെ വേണം കർത്താവിനെ ആരാധിക്കാൻ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന കൈ കൊടുത്തു പറ, ഒരു ധൈര്യത്തോടെ വേണം കർത്താവിനെ ആരാധിക്കുവാൻ. എനിക്കൊരു കർത്താവുണ്ട്, എൻ്റെ കർത്താവ് നാളത്തെ ആവശ്യത്തിന് മതിയായവനാന്നുള്ള ഉറപ്പോടെ. ഉറപ്പുണ്ടോ? 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 അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തൊരു ചിരി കാണും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാളത്തെ കുറിച്ചുള്ള ഭാരമല്ല, നാളെ എൻ്റെ കർത്താവ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചുള്ള എക്സൈറ്റ്മെന്റ് മാത്രമായിരിക്കും എൻ്റെ നിങ്ങളുടെ മുഖത്ത്. ആ നല്ല കർത്താവിനെ കരങ്ങളടിച്ചു പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. ഓ പാപങ്ങളാകമേ ക്ഷമിച്ചിരുന്നു, രോഗങ്ങളകിടവും നീക്കിയിരുന്നു. പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ.
അവനല്ലോ ജീവനെ നൽകിയവൻ. ഓ പാവങ്ങളാകവെ ക്ഷമിച്ചിരുന്നു, രോഗങ്ങളകിലും നീക്കിയിരുന്നു പരമപിതാവിന്. അവനല്ലോ ജീവനെ നൽകിയവൻ, പരമപിതാവിന് സ്തുതിപാടാം. അവനല്ലോ ജീവനെ ഇടയനെ പോലെ തേടി വന്നു, പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ. ഇടയനെ പോലെ തേടി വന്നു, പാപക്കുഴിയിൽ സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ സ്വന്തം രക്തം നമുക്കേകിയവൻ പരമപിതാവിന്. അവനല്ലോ ജീവനെ നൽകിയവൻ, അവനല്ലോ ജീവനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് പാടുമ്പോൾ, ഹല്ലേലൂയ, കർത്താവിന് പാടുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ. കാരണം ഈ ആരാധനയ്ക്ക് യോഗ്യനായി വേറെ ആരുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത് യേശു മടങ്ങി വരും, ഞാനും അവനോട് കൂടെ എടുക്കപ്പെടും. ഹല്ലേലൂയ. നമ്മൾ സ്വർഗത്തിൽ പോകുന്നു വിശ്വസിക്കുന്നവരാ. സ്വർഗത്തിൽ 24 മണിക്കൂറും ഈ ആരാധനയേ ഉള്ളൂ. ഹല്ലേലൂയ. ഈ സ്തുതിയും സ്തോത്രവും മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, ആ അനുഭവം ഇന്ന് എനിക്ക് ഇവിടെ കിട്ടണം. കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, സ്വർഗീയ അനുഭവം അവിടെയല്ല, ഇവിടെ മുതൽ, ഇന്ന് മുതൽ, കർത്താവിനെ അറിഞ്ഞത് മുതൽ ഹല്ലേലൂയ നമ്മൾ സ്വർഗീയ അനുഭവത്തിലാണ് നടക്കുന്നത്. കർത്താവ് ഇന്ന് ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ, കർത്താവ് ഇന്ന് ആനന്ദത്താൽ നിറയ്ക്കണം. ഹല്ലേലൂയ. അവിടെ സന്തോഷം മാത്രമേ ഉള്ളെങ്കിൽ അത് ഇവിടെയും അങ്ങനെ തന്നെ ആവണം. പിതാവേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്ന് പറഞ്ഞ അതുപോലെ തന്നെ ആ നല്ല കർത്താവിനെ കരങ്ങളിടിച്ച നല്ല കർത്താവിനെ കൂടുകളെ കൂടെ കൂടിയിളക്കി പറക്കുവാനായി നമ്മെ പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. ഓ ചിറകുകൾ അതിന്മേൽ വഹിച്ചു നമ്മെ, നീലം പരിചായി നാം നശിച്ചിടാതെ പരമപിതാവിൻ സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ, പരമപിതാവിൻ സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. അവൻ പാവങ്ങളാക
അനുഗ്രഹിക്കപ്പെടും. ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദേശത്തു ഞാൻ അനുഗ്രഹിക്കപ്പെടും. ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. ിടും ഞാൻ തന്നെ വചനം പോലെ ഞാൻ ചെയ്യും. തന്നെ വഴിയിൽ തന്നെ നടക്കും. തന്നെ വചനം തന്നെ വഴിയിൽ തന്നെ നടക്കും. ഓ വായ്പ വന്നാലിട വരികയില്ല, കൊടുക്കുവാനോ യേശു സമൃദ്ധി നൽകും. വായ്പ വന്നാലിട വരികയില്ല, കൊടുക്കുവാനോ യേശു സമൃദ്ധി നൽകും. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ ഉന്നതങ്ങളിലെന്നെ. ഓ ഉയർച്ച തന്നെ എന്നും ഉന്നതങ്ങളിലെന്നെ. ഓ എന്റെ ദൈവത്താൽ എനിക്കായി കരുതവൻ തുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടുമ്പോൾ. എനിക്കായി കരുതാവൻ തുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടുമ്പോൾ. ഓ എനിക്കായി കരുതും ഇകത്തില്ലേ ഒന്നും ചുമക്കുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമരിൽ. ഓ എനിക്കായി കരുതുവാൻ ഇകത്തില്ലേ ഒന്നും ചുമക്കുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമരിൽ. ഓ എനിക്കായി കരുതാവൻ തുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല. ഓ എനിക്കായി എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടും. ഓ എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നും ചുമക്കുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമരിൽ. ഓ എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നും ഭാരമെല്ലാം. ഓ കാക്കകളെ നോക്കിയവൻ വിതയ്ക്കുന്നില്ല, കൊയ്തുകാലപ്പുരയിൽ വഹിക്കും. ഓ കാക്കകളെ നോക്കിയവൻ വിതയ്ക്കുന്നില്ല, കൊയ്തുകാലപ്പുരയിൽ. ഓ വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി, വാനിലെ പറവകൾ പുലരുന്നല്ലോ. ഓ വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി, വാനിലെ പറവകൾ പുലരുന്നല്ലോ.
മോക്ഷവാതിലും താൻ ജീവവന്റെയും താൻ. ഓ എത്ര മനോഹരൻ, എത്ര മഹോഷരൻ പ്രിയനേശ്വരൻ. ഭൂവിൽ ഇതുപോലൊരു നാമവും ചൊല്ലുവാൻ അത്ര മഹോന്നതൻ. ഭൂവിൽ ഇതുപോലൊരു നാമവും. എന്നെ കരുതുന്നവൻ, എന്നെ നടത്തുന്നവൻ, എന്റെ ഇടയനവൻ, കൈയിലുമില്ലവൻ. എന്നെ കരുതുന്നവൻ, എന്നെ നടത്തുന്നവൻ, എന്റെ ഇടയനവൻ, കൈയിലുമില്ലവൻ. തുറക്കുകയുമില്ല, തുറക്കുകയുമില്ല, മയങ്ങുകയുമില്ല, എന്റെ ഉള്ളം കൈയിൽ താങ്ങിയിരുന്നു. നിത്യരാജാവൻ, മഹതയുള്ളവൻ, സത്യമാർഗമവൻ, സൂര്യനവൻ. നിത്യരാജാവൻ, മഹതയുള്ളവൻ, സത്യമാർഗമവൻ, നീതി മോക്ഷവാതിലും താൻ ജീവൻ. മോക്ഷവാതി ജീവവന്റെയും താൻ, നിത്യജീവന്റെ ഉറവയും താൻ. ഓ എത്ര മനോഹരൻ, എത്ര മഹോന്നതൻ പ്രിയനേശ്വരൻ. ഭൂവിൽ ഇതുപോലൊരു നാമവും ചൊല്ലുവാൻ അത്ര മഹോന്നതൻ. ഭൂവിൽ ഇതുപോലൊരു ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആമേൻ. ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചി. അഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, അഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടുന്ന. ആമേൻ. ആത്മാവിൽ ആരാധിക്കാം, നിത്യം സ്തുതി. ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചി. ഓ ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിക്കും. അടിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, അടിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും. ഓഹോ ആത്മാവിൽ ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. ഓ ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ. ഓ ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. ആമേൻ. ആത്മാവിൽ ആരാധിക്കാം. ഓ നിന്നതല്ല ഞാൻ, യേശു എന്നെ നിർത്തിയതാ. നേടിയതല്ല അപ്പ, എല്ലാം കണ്ടതല്ലേ. ഓ നിന്നതല്ല ഞാൻ, യേശു എന്നെ നിർത്തിയതാ. നേടിയതല്ല. ഓ നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഓ നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന്. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന്. ഓ ഇത്രത്തോളം ജയം തന്ന, ഓ ഇതുവരെ കരുതിയ. ഓ ഇനിയും കൃപ തന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരു. ഓ ഇനിയും കൃപ തന്നി കരുതിടണേ, ഇനിയും. ഓ സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോൾ, സോദരങ്ങളോ മാറിയപ്പോ. ഓ സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോൾ, സോദരങ്ങളോ മാറി. സ്നേഹത്താൽ വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. സ്നേഹത്താൽ വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. എത്രത്തോളം ജയം തന്ന, ഓ ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. എത്രത്തോളം ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തന്നി കരുതിടണേ, ഇനിയും. ഓ ഇനിയും കൃപ തന്നി കരുതിടണേ. ഓ എന്റെ ദേശം ഇവിടെയല്ല, ഓ ഈ ലോകം ശാശ്വതമല്ല. ഓ എന്റെ ദേശം ഇവിടെയല്ല, ഓ ഈ ലോകം ശാശ്വതമല്ല. ഓ എനിക്കായി യേശുനായകൻ ഒരുക്കുന്നുണ്ടൊരു ഭവനം. ഓ എനിക്കായി യേശുനായകൻ ഒരുക്കുന്നുണ്ടൊരു ഭവനം. ഓ കാത്തിരിക്കും വിശുദ്ധരെല്ലാം
ദാഹിച്ചും വാഞ്ചിക്കും പോലാവേ എൻ ആത്മാവിൻ ദാഹവും ഓ നിനക്കായി യേശുവേ ആശ്രയം നീ ശൈലവും നീ കോട്ടയും നീ എന്നും കാക്കും ആശ്രയം നീ ശൈലവും കോട്ടയും നീ ജീവിക്കുന്ന യേശുവിനായി ദാഹിക്കും എൻ മനമേ ജീവിക്കുന്ന യേശുവിനായി ദാഹിക്കും എൻ മനമേ ഓ എൻ യേശുവിൻ സന്നിധിയിൽ നീടാൻ ആത്മാവ് വാഞ്ചിക്കും ഓ എന്റെ യേശുവിൻ സന്നിധിയിൽ ഒരൊറ്റ വാക്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കാം. നമുക്ക് എല്ലാവർക്കും കരങ്ങളെ കോർത്ത് പിടിച്ച രോഗികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജസ്റ്റിൻ ബ്രദറെ വന്നേ പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുക. ഇന്നിവിടെ വെളിപ്പെട്ടതും ഇന്നിവിടെ വിളിച്ചു പറഞ്ഞതും കർത്താവേ, ഞങ്ങൾക്ക് അതീതമായതുമായ എല്ലാ വിഷയങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ജസ്റ്റിൻ ബ്രദർ കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നു. ശൂന്യമായ ചില ഭവനങ്ങളെ കർത്താവ് നിറയ്ക്കുക. അവനിവിടെ കടന്നു വന്നിട്ടുണ്ട്. അവന്റെ പേര് എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവെന്ന അവന്റെ കൃപയിൽ നിന്ന് നമുക്ക് കൃപമേൽ കൃപ ആണ് പ്രാപിച്ചിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നില്ല. പക്ഷെ ഇതിന്റെ മധ്യത്തിൽ രോഗികളുണ്ട്. സൗഖ്യമായി മടങ്ങി പോകാവുള്ളൂ. കുടുംബ സമാധാനം തകർന്നവരുണ്ട്. ഇന്ന് സമാധാനത്തിൽ മടങ്ങി പോകുന്നതിനായി സ്തോത്രം. പറഞ്ഞതും പറയപ്പെടാത്തതുമായ സകല രോഗങ്ങളുടെ മേലും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അധികാരമെടുക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആ രോഗശക്തിയെ ഞങ്ങൾ ശാസിക്കുകയാണ്, ഭത്സിക്കുക. അതിന് പുറകിലുള്ള സ്പിരിറ്റ്, you have no authority at all upon these bodies. We command in the mighty name of Jesus, be out right now in the mighty name of Jesus. കുടുംബ സമാധാനം മടങ്ങി വരട്ടെ. അറപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും വരുന്ന ദുഷ്ടപിശാചേ, നിനക്ക് ഇവരുടെ മേൽ അധികാരമില്ല. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജീവനും സമൃദ്ധിയായ ജീവനും ഇന്നിവിടെ ഞങ്ങളെ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും പ്രഖ്യാപിക്കുക. കർത്താവേ, ഞങ്ങൾ അല്പസമയം വചനത്തിനായിട്ടിരിക്കുമ്പോൾ, സച്ചിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിന്റെ അഭിഷേകത്തിൽ നിന്ന് ശുശ്രൂഷ, ദൈവവചനത്തിൽ നിന്ന് നിന്റെ മകൻ ശുശ്രൂഷിക്കുമ്പോൾ എഴുതപ്പെട്ടത് ഏത് ആത്മാവിലാണോ ആ ആത്മാവിൽ നിന്ന് ഇവിടെ ശുശ്രൂഷിക്കുവാൻ മകനെ സഹായിക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ തന്നെ. വിടുവിച്ച കർത്താവിനെ കരങ്ങളടിച്ച് സ്തോത്രം ചെയ്താണ്. ഒന്നു കാണുവാൻ മനം കാത്തു കാത്തിടുന്നു. മാമകാന്തനെ ഒന്നു കാണുവാൻ ആയിരിക്കുന്നിടത്ത് നിന്നൊന്ന് പാടിക്കുക. അപ്പ കാണാൻ എനിക്ക് എല്ലാരും പാടുന്നത് കേൾക്കണം. ശബ്ദമുയർത്തി മാമകാന്തനെ ഒന്നു കാണുവാൻ മാനം. ഈ
പാട്ട് കേൾക്കുമ്പോൾ യേശുവിന് സ്വർഗത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ വിശ്വസിക്കുന്ന അവൻ ഇറങ്ങി വരുവാ. ഇതുപോലെ എനിക്ക് ശബ്ദം കേൾക്കണം, എനിക്ക് ശബ്ദം കേൾക്കണം. ഹല്ലേലൂയ. ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം ആഗ്രഹിക്കുന്നതും കാര്യങ്ങളതാ. നമ്മളെല്ലാം ഈ തുറന്ന വാതിൽ, ഓപ്പൺ ഡോർസ് എന്നൊക്കെ പറയുമ്പം എല്ലാം ഈ ഭൗതികമായ കാര്യങ്ങളുടെ പുറയിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്നാൽ അതല്ല. there are spiritual blessings. ആത്മീകമായ നന്മകളും അനുഗ്രഹങ്ങളുമുണ്ട്. യേശുവിനെ കാണാൻ പറ്റും, യേശുവിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റും, യേശുവിനോട് എനിക്ക് സംസാരിക്കാൻ പറ്റും, യേശുവിനെ എനിക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റും, യേശുവുമായിട്ട് നടക്കാൻ പറ്റും. ഇൻഫ്ലുവൻസ് ഏറ്റവും കൂടുതലുള്ള ആൾ യേശുവാണ്. ഈ ലോകത്തിൽ മനുഷ്യനല്ല സാധ്യം, എന്നാൽ ദൈവത്തിന് സകലതും സാധ്യം എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ ആള് നിങ്ങളോട് കൂടെ വന്നാൽ എങ്ങനെയായിരിക്കും? മന്ത്രിയുടെ റെക്കമെൻഡേഷനെക്കാട്ടിലും പവർഫുള്ളാണ് മന്ത്രി നേരിട്ട് കൂടെ വന്നു കഴിഞ്ഞാൽ. യേശുവിനോടുള്ള പ്രാർത്ഥനയിൽ നിന്നൊരു വിടുതലിനെക്കാട്ടിലും പവർഫുള്ളാണ് യേശു നിങ്ങളോട് കൂടെ വന്നു കഴിഞ്ഞാൽ. പ്രശ്നങ്ങളിൽ അവനോട് പ്രാർത്ഥിക്കുന്നതിനേക്കാളും സിമ്പിളാ എന്നോട് കൂടെ നടക്കുന്ന ഒരാളുടെ അടുത്ത് ഈ ഒരു പ്രശ്നത്തിൻ്റെ മേലൊരു സൊല്യൂഷൻ വേണമെന്ന് പറയാൻ. അതാണ് ഈ ദിവസങ്ങളിൽ നടക്കേണ്ടത്. യേശുവിനോട് കൂടെ നടക്കുന്ന ജനം. ഈ സഭയിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എനിക്ക് അങ്ങനെയുള്ളവരാ കാണണ്ടേ. യേശുവിൽ നിന്ന് കൂടുതൽ പ്രാപിക്കുന്ന ആൾക്കാർ, യേശുവിൻ്റെ ശബ്ദം കേൾക്കുന്നവർ. ഓരോ ദിവസവും ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം. മാമാകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു കാത്തിടുന്നു. മാമാകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു കാത്തിടുന്നു. യേശു ഏറ്റവും ആഗ്രഹിക്കുന്ന ഇതാ. ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്ന ആളാ യേശു. എന്തൊരു ബോറായിരിക്കും സ്വർഗത്തിൽ. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ, രാവിലെയും രാത്രിയിലും കുറേ പേരിരുന്ന് കരയുന്നു, കുറേ പേര് തൻ്റെ ആവശ്യങ്ങളെ മാത്രം പറയുന്നു. എനിക്കത് വേണം, എനിക്കിത് വേണം, ഞാൻ ഇന്ന രോഗത്തിലായിരിക്കുന്നു, ഇന്ന പ്രശ്നത്തിൽ നിൽക്കുന്നു. യേശു ഇങ്ങനെ മടുത്തിരിക്കുന്നു. ഞാൻ ഇത് നടത്തി തന്ന് ഇത്രയും നടത്തിയില്ലേ നിന്നെ, പിന്നെ നീ ആവശ്യത്തെ പറയേണ്ട ആവശ്യം എന്താ? മക്കള് പറഞ്ഞിട്ടല്ല അപ്പന്മാർ. ഞാൻ പറയാത്ത എത്രയോ കാര്യം എൻ്റെ ഈ ലോകത്തിലെ അപ്പൻ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടോന്നറിയോ? എത്രയോ കാര്യം ചെയ്തു തന്നിട്ടുണ്ടെന്നറിയോ? ഞാൻ ചോദിക്കാത്ത എത്രയോ കാര്യങ്ങൾ അപ്പന്മാർ മക്കൾക്ക് ചെയ്തു കൊടുക്കുമെങ്കിൽ അത്ര അധികമായിരിക്കും നമുക്ക് വേണ്ടി യേശു ചെയ്യുന്നത്. എത്ര അധികമായിട്ട് ചെയ്യാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ അപ്പൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്ന് കാണാൻ യേശുവെ എനിക്ക് ആഗ്രഹമുണ്ട്, യേശുവെ ഒന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതവർക്ക് വേണ്ടിയായിരിക്കും അവൻ റെഡിയായി കൂടുതലായി നിൽക്കുന്നത്. എപ്പോഴും ആവശ്യം പറയുന്നവർക്ക് വേണ്ടിയായി കാട്ടിലുമുണ്ടല്ലോ. ഫോർ സീക്ക് ഹിം വിൽ ഫൈൻഡ് ഹിം. അവനെ അന്വേഷിക്കുന്നവരായിരിക്കും ഈ ദിവസങ്ങളിൽ അവനെ കണ്ടെത്തുന്നത്. അവനോട് ചേരാൻ, അടുക്കൽ ചേരാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അവനോട് കൂടെ നടക്കുന്നത്. And he's waiting to hear that from you. അമ്മാമകാന്തനെ ഒന്ന് കാണാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്, എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് ആ യേശുവിനെ. ഞാൻ ഇത്രയും പ്രസംഗിച്ചു, നമ്മൾ ഓരോ തങ്കുവങ്ങളിൽ നിന്നും തോംസിറ്റേങ്ങൾ ഓരോ പാസ്റ്റർമാരിൽ നിന്നും കേട്ട ആ യേശുവിനെ ഒന്ന് കാണാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ കേൾക്കുന്ന ഒത്തിരി അത്ഭുതങ്ങളെ ചെയ്യുന്ന ഓരോ പാസ്റ്റർമാരെ നമ്മൾ വിളിച്ചു വരുത്തി അവരുടെ കൈവെക്കാൻ നമ്മൾ റെഡിയായിട്ട് ആഗ്രഹിക്കും. എന്നാൽ എന്നെ ഇത്രത്തോളം വിടിവിച്ച യേശുവിനെ ഒന്ന് തൊടണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? എന്നെ ഇത്രത്തോളം നടത്തിയ യേശുവിനെ കാണണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അല്ലേ? ഒരു സിനിമാ നടനെ കാണാൻ, ഒരു ആക്ടറിനെ കാണാൻ നമ്മൾ എത്രമാത്രം എക്സൈറ്റഡാ? ഒരു പൊളിറ്റീഷ്യനെ കാണാൻ ഞാൻ എത്രമാത്രം എക്സൈറ്റഡാ? എൻ്റെ കസിൻസ്, പുറത്തുള്ള മക്കളെ കാണാൻ, അല്ല പുറത്തുള്ള പേരൻസിനെ കാണാൻ, ഹസ്ബൻഡിനെ കാണാൻ എത്ര ആഗ്രഹത്തോടെയാണ് നമ്മളിരിക്കുന്നത്.
അതിലും ആഗ്രഹത്തോടെ വേണം യേശുവിനെ കാണാനിരിക്കുന്നത്. എന്നെ ചേർക്കുവാൻ അവൻ വരുന്നതും കാത്തിരി. ഹൃദയത്തിൽ നിന്നുള്ളൊരു ദാഹമാ. അനാഥ് ഹൃദയത്തിൽ നിന്നുള്ള ദാഹത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയുണ്ടല്ലോ ബാക്കിയെല്ലാം ചേർക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നൽകുന്ന ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നും പറയേണ്ട ആവശ്യമില്ല. എന്നും ഈ ഒരു പ്രാർത്ഥന പാടിക്കേ. കാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു കാത്തിടുന്നു. കാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു കാത്തി. എനിക്കറിയത്തില്ല, എനിക്ക് മുമ്പിലോട്ട് പലതും പറയണമെന്ന്, പക്ഷെ എൻ്റെ ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് അറിയാം ഈ ദിവസങ്ങളിൽ ഇത് ആഗ്രഹിക്കുന്നവരുടെ മുറികളിൽ യേശു ഇറങ്ങി വരുന്നത്. ഇത് പാടുന്നവരുടെ ഹൃദയങ്ങളിൽ, നിങ്ങളുടെ മുറികളിൽ, നിങ്ങളായിരിക്കുന്നിടത്ത് യേശു ഇറങ്ങി വരുന്നത്. ഓ ശരി ഒന്നു കാണുവാൻ മാനം കാത്തു കാത്തിടും. ഓ ശരി കാന്തനെ ഒന്നു കാണുവാൻ മാനം കാത്തു കാത്തിടും. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. എൻ്റെ സ്പിരിച്വൽ ഫാദർ ആയിരിക്കുന്ന തങ്കുബ്രദറിൻ്റെ പേരിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്, എത്ര പേരൊരു വിടുതൽ ആഗ്രഹിച്ചു വന്നവരുണ്ട്. എന്നാൽ ഇന്ന് വിടുതലിനെക്കാട്ടിലുപരി ഇന്നൊരു യേശുവായിട്ട് വീട്ടിലോട്ട് പോക്കോ. ചുമ്മാ ആണെങ്കിലും നിങ്ങൾ പാടിയില്ലേ, അവൻ ഇങ്ങനെ ഏറ്റവും സന്തോഷത്തിലായിരിക്കുന്നു ഇപ്പോൾ. ഓ അവൻ്റെ സ്വന്തം ജീവനെ നൽകിയ മക്കൾ അവനെ കാണാൻ ആഗ്രഹത്തോടെ ഇരിക്കുന്നത്. ഓ ഈസ് സോ ഹാപ്പി. എനിക്ക് ആ പാട്ട് പാടി നിർത്താൻ പറ്റുന്നില്ലാത്ത പോലെ എനിക്ക് അതിനകത്ത് പോകണമെന്നുണ്ട്. എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കര ഹൃദയത്തിൽ സന്തോഷം കയറി നിൽക്കുക. ആ യേശു അത്രത്തോളം ആഗ്രഹിക്കുന്നതിന് വേണ്ടി. ഒബേ ആൻഡ് സറണ്ടർ. ഞാനിത് പറയാൻ വന്നത് കാര്യം അതാ. അവനോടനുസരിച്ച് അവൻ്റെ കരങ്ങളിൽ കൊടുക്കുകയാണെങ്കിൽ ബാക്കി യേശു നോക്കിക്കോളും. ഈ ലോകത്തിൽ ഏറ്റവും സന്തോഷത്തോടായിരിക്കണോ? യേശുവിൻ്റെ വാക്കനുസരിച്ച് യേശുവിൻ്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. പിന്നെ ഞാനൊരു വീട് പണിയുമ്പം ഒരു കോൺട്രാക്ടറുടെ കയ്യിൽ വീട് കൊടുത്താൽ പുള്ളി അവിടെ മണലിറക്കുന്നുണ്ടോ, പുള്ളി അവിടെ സിമെൻറ്റ് ഇടുന്നുണ്ടോ, പക്ഷെ ഞാൻ രാവിലെ വരുമ്പോൾ ഇന്നിവിടെ സിമെൻറ്റ് കാണുന്നില്ലേ, ഒന്നും ഞാൻ അറിയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ സമയത്ത് എങ്ങനെയാണേലും തീർത്ത് തരുവാന്നുള്ളത് പുള്ളിയുടെ ഉത്തരവാദിത്വമാണ്. ഈ ലോകത്തിലെ നിങ്ങളെ വിട്ടിരിക്കുന്നത് തന്നെ വരാനിരിക്കുന്നൊരു ലോകത്തിലേക്ക് വേണ്ടി ഈസ് പ്രിപ്പയറിങ് യു. ഇതൊരു ടൂറ് വിട്ടേക്കുക. ഈ ലോകത്തിൽ ഞാൻ കാണുന്ന ഇന്നത്തെ എല്ലാം വരാനിരിക്കുന്നൊരു ലോകത്തിലേക്ക് വേണ്ടി എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുക മാത്രമാണ്. ഈ ലോകത്തിലേക്ക് നിങ്ങളെ വിട്ടിരിക്കുമ്പോൾ എൻ്റെ ഓരോ ആവശ്യങ്ങളെയും അവൻ അറിഞ്ഞ് മുന്നമേ തിരഞ്ഞെടുത്ത എന്നെ വിട്ടിരിക്കുന്നത്. എൻ്റെ ഓരോ കാര്യങ്ങളും യേശു കരുതിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ബുദ്ധിയിൽ തന്നെ പിടിച്ചു നിൽക്കുമ്പോഴാണ് നമ്മൾ അത്ഭുതം കാണാത്തത്. ഞാൻ ഇവിടുന്ന് ഒരു കയറെടുത്തിട്ട് വലിക്കാൻ ശ്രമിക്കുക. ഞാൻ കുറേ വലിക്കുക, അപ്പുറത്ത് ജസ്റ്റിന് അത് പിടിച്ചുകൊണ്ടേ ഇരിക്കുക. ഞാൻ എത്ര വലിച്ചിട്ടും എനിക്ക് കിട്ടുന്നില്ല. കാരണം അവിടുന്ന് അത് വിട്ടുകൊടുത്താൽ മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ തന്നെയാണ് നിന്റെ എല്ലാ ചിന്താകുലവും എൻ്റെ മേൽ ഇട്ടുകൊള്ളാൻ ഒരാൾ പറഞ്ഞിരിക്കുക. പുട്ട് ഓൾ യുവർ ആൻസൈറ്റീസ് ഓൺ ഹിം. നിങ്ങളുടെ എല്ലാ ചിന്തവും, നിന്റെ ഭാരമാണോ, നിന്റെ പ്രശ്നമാണോ, നിങ്ങളുടെ ആവശ്യങ്ങളാണോ, എല്ലാം അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതിക്കൊണ്ടായിരിക്കുന്നത്. യേശു പോലും ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു. യേശു സറണ്ടർ ചെയ്യുമായിരുന്നു. ദൈവപുത്രനായി സ്വർഗത്തിൽ ഞാൻ വിശ്വസിക്കുന്ന നല്ല ഹാപ്പി ആയിട്ടിരിക്കുമായിരുന്നു. ദൂതന്മാരുടെ എല്ലാം നടുവിലിരിക്കുന്ന ആളോട് പറയുക, നീ ഭൂമിയിലേക്ക് പോകണം. ദൈവത്തിനോട് പറയുവാണ്, ഒരു മനുഷ്യനായി ചുരുങ്ങണം. എൻ്റെ അടുത്ത് നാളെ വന്നിട്ട് പറയുക, ഒരു ഉറുമ്പായി മാറാൻ പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അതിലും അധികമായിരുന്നു ദൈവത്തിനോട് മനുഷ്യരൂപം എടുക്കാൻ പറഞ്ഞു.
അവൻ അതിന് അവൻ്റെ ജീവിതം വിട്ടുകൊടുത്തു. ഹീ സറണ്ടർഡ് ഹിംസെൽഫ്. ദൈവത്തിൻ്റെ വാക്കിനെ അനുസരിച്ചു, അതിന് സറണ്ടർ ചെയ്ത് കൊടുത്തു. മനുഷ്യനായി ലോകത്തിൽ വന്ന് യേശു ഇത് മരിക്കുന്നതിന് മുമ്പ് ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റാൻ പറയട്ടു എന്ന് ചോദിക്കുന്നുണ്ട്. യെറ്റ് ഹീ സാക്രിഫൈസ്ഡ് ഹിസ് ലൈഫ്. യേശു ഒരു ഉദാഹരണമായിരുന്നു ഹൗ ടു ഒബേ ഗോഡ്. ഈ ലോകത്തിൽ മറ്റേതൊരു മനുഷ്യനെയും ഏതൊരു ശിഷ്യന്മാരുടെ കാര്യം പറയുന്നതിനെക്കാട്ടിലും ഇറ്റ്സ് എ ലിവിങ് എക്സാമ്പിൾ. യേശു ആയിരുന്നു ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെ അനുസരിക്കണം, എങ്ങനെ പ്രതിസന്ധികളിൽ പോകണം, എങ്ങനെ വിശ്വസിക്കണം, എങ്ങനെ വിട്ടുകൊടുക്കണം എന്നുള്ളതിൻ്റെ എക്സാമ്പിൾ ആയിരുന്നു യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ ഒക്കെ പറയുന്ന കുറവാന്ന് കുറേ പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് നെല്ലയുടെ ഇടയ്ക്ക് പറയാം, ഇടയ്ക്കൊന്ന് ഹല്ലേലൂയ ഒക്കെ പറയണം, അല്ലെങ്കിൽ ആൾക്കാർ ഉറങ്ങുമെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ പറയാത്തതുകൊണ്ട് നിങ്ങൾ ഉറങ്ങണ്ട. ആ യേശുവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാൻ തുടങ്ങണം. പത്രോസിൻ്റെ അടുക്കൽ യേശു പത്രോസിനോട് പടകിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞു. നമ്മളോട് വന്ന് പറയുവാണെങ്കിൽ നമ്മൾ നമ്മുടെ ബുദ്ധിയിൽ ചിന്തിക്കും. അവിടെ ഒരു പത്രോസ് നേരെ അതൊന്നും ചിന്തിച്ചില്ല. ആ വാക്കിനെ മാത്രം മുറുകെ പിടിച്ചു. ബുദ്ധിനെ മാറ്റിവെച്ചു, എൻ്റെ അറിവിനെ മാറ്റിവെച്ചു. വെള്ളത്തിൽ ചവിട്ടിയാൽ താന്നു പോകത്തില്ലേ? ഇറ്റ്സ് എ ഫാക്ട്, സത്യമാ. പക്ഷെ അതിനെ മാറ്റിവെച്ച് ആ യേശുവിൻ്റെ വാക്കിനെ മാത്രം നോക്കി മുൻപിലോട്ട് സ്റ്റെപ്പ് വെച്ചു. ഞാൻ വിശ്വസിക്കുന്ന ആ സമയം ഇതുവരെ ചരിത്രം കണ്ടുപിടിക്കാത്ത പോലെ തന്നെ ഒറ്റ സെക്കൻഡ് കൊണ്ട് വെള്ളം ഐസായി അല്ലെങ്കിൽ ഒരു സോളിഡായി മാറി. അവൻ്റെ വാക്കിനെ മുറുകെ പിടിച്ച് നിങ്ങൾ മുമ്പിലോട്ട് നടക്കാൻ തുടങ്ങുമ്പോണ്ടല്ലോ, എൻ്റെ മുമ്പിൽ വലിയ വഴികളൊന്നും കാണത്തില്ല, പക്ഷെ അവിടെ ചെങ്കടലിനെ വരെ പിളർത്ത് വഴികളെ തുറക്കാന്ന് പറഞ്ഞവൻ എൻ്റെ മുമ്പിൽ വഴിയെ തുറക്കാൻ തുടങ്ങും. രണ്ട് കാര്യമാണ് ചെയ്യേണ്ടത്. യേശു പറഞ്ഞേക്കുന്ന എന്നാ? അന്ത്യത്തോളം ഞാൻ നിങ്ങളെ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ കാൽ കല്ലിൽ തട്ടാതെ വണ്ണം ഞാൻ കരുതിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ വാക്കിനെ ഒന്ന് മുറുകെ പിടിച്ച് ഇനി എൻ്റെ ഭാരത്തെ ഇന്ന് ഇവിടുന്ന് പോകുന്ന ഓരോരുത്തരോടും പറയാം, വന്ന ടെൻഷൻ, വന്ന പേടി, വന്നതുപോലത്തെ ഭാരവുമായിട്ട് പോകാനാണെങ്കിൽ നിങ്ങൾ വെറുതെ ഈ മെസ്സേജ് കേൾക്കണ്ട, നിങ്ങൾക്ക് പോകാം ഇപ്പം തന്നെ. എന്നാൽ ഇവിടെ വന്ന ഓരോ വ്യക്തിയോടും പറയാം, ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട്, ഇന്ന് യേശുവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് ഇനി ഞാൻ അത്ഭുതം കാണാൻ വേണ്ടി സ്റ്റെപ്പ് വെക്കാൻ പോവാ ഇവിടുന്ന്. ഞാൻ ആ വാക്കിനെ വിശ്വസിച്ചു, പത്രോസ് വിശ്വസിച്ച പോലെ ഞാൻ ആ വാക്കിനെ വിശ്വസിച്ചു. ഇനി ഞാൻ മുമ്പിലോട്ട് പോകുമ്പോൾ പിന്നെ ഞാൻ ആ ഭാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുകയല്ല ചെയ്യുന്നത്. ഞാൻ യേശുവിൻ്റെ മുഖത്തോട്ട് നോക്കിയാണ് നടക്കുന്നത്. എവിടെ ഞാൻ താഴോട്ട് പ്രശ്നങ്ങളിലോട്ട് നോക്കിയോ വീണ്ടും മുങ്ങാൻ തുടങ്ങി. വീണ്ടും എവിടെ ഞാൻ ആ ടെൻഷൻ അടിക്കാൻ തുടങ്ങുന്നോ, എവിടെ ഞാൻ ഭാരപ്പെടാൻ തുടങ്ങുന്നോ, അവിടെ യേശുവിന് പ്രവർത്തിക്കാൻ പാടാ. എന്നാൽ അവിടെയും നിങ്ങൾ വീണ് പോകാൻ യേശു അനുവദിക്കത്തില്ല. അവിടെയും എന്നെ ഉയർത്താൻ ഒരു കരം വന്ന് റെഡിയായി നിൽപ്പുണ്ട്. ഒരിക്കൽ അവന് കൊടുത്താൽ സറണ്ടർ ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ ബുദ്ധി, എൻ്റെ അറിവ്, എൻ്റെ കഴിവ്, എൻ്റെ യോഗ്യത എല്ലാം ഞാൻ യേശുവിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. ബിക്കോസ് ഐ ആം വാല്യൂയിങ് ഹിം മോർ ദാൻ എനിത്തിങ് ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിൽ ഞാൻ എണ്ണുന്ന വിലപ്പെട്ടതെന്ന് എണ്ണുന്ന എല്ലാത്തിനേക്കാട്ടിലും ഉപരി യേശുവെ ഞാൻ അങ്ങയ്ക്ക് വില കരുതുക. ദാറ്റ് ഈസ് സറണ്ടർ. എൻ്റെ ജീവിതം ഞാൻ യേശുവിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതാ. പിന്നെ ഞാൻ വീണ് പോയാലും എന്നെ ഉയർത്താൻ ഒരു കരം എന്നോട് കൂടെയുണ്ട്. ഹാവ് ദാറ്റ് ഫെയ്ത്ത് ഇൻ ജീസസ്. നമുക്കൊരു വാക്യം വായിക്കാം. ഫിലിപ്പിയൻസ് 2:5-8. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5 തൊട്ട് 8-10 വരെ വായിച്ചു. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. യേശു ദൈവരൂപത്തിലിരിക്കെ മനുഷ്യനായി ഈ ലോകത്തിൽ ഇറങ്ങി വന്നു. യേശു ദൈവത്തിൻ്റെ വാക്കിനെ ഒബേ ചെയ്തു.
ദൈവം പറഞ്ഞ വാക്കിനെ അനുസരിച്ചു, മനുഷ്യനായി ഈ ലോകത്തിൽ വന്നു. ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്ന എല്ലാ വേദനയിലൂടെയും യേശു പോയി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇന്ന് നമ്മൾ പോകാത്ത ടെംപ്റ്റേഷൻസിലൂടെ യേശു പോയിട്ടുണ്ട്? ഞാൻ യൂത്തിനോടാണ് പറയുന്നത്, ഇന്ന് നിങ്ങൾ അണ്ടർഗോ ചെയ്യുന്ന ഓരോ ടെംപ്റ്റേഷൻസും ആസ് എ ടീനേജർ, ആസ് എ യൂത്ത്, ആസ് എ ലൈക്ക് ഒരു 30 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലും യേശു നടന്നു പോയിട്ടുള്ളതാണ്. ഇതിനകത്തൂടെ എല്ലാം പോയി. ക്രൂശിലെ മരണം വരെയും അവൻ അതിനു വേണ്ടി സറണ്ടർ ചെയ്തു. ഹി സാക്രിഫൈസ്ഡ് ഹിസ് ലൈഫ് ബിക്കോസ് ഹി ഒബെയ്ഡ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വാക്കിനെ അനുസരിച്ച് തൻ്റെ ജീവനെ നൽകി. വായിച്ചു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. യേശുവിന്റെ കാര്യം പറയുന്ന കൂടെ തന്നെ നമ്മുടെ കൂടെ കാര്യമാണ് പറയുന്നത്. സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുകയും. യേശു സറണ്ടർ ചെയ്ത് തൻ്റെ ജീവനെ നൽകിയപ്പോൾ ദൈവം ഒരു വാക്ക് പാലിച്ചു. സകല നാമത്തിലും മേലായ നാമമാക്കി യേശുവിനെ മാറ്റി. ഇന്ന് ഇതേപോലെ തന്നെ അവൻ്റെ വാക്കിനെ വിശ്വസിച്ച് യേശു തൻ്റെ ജീവനെ വിട്ടുകൊടുത്തതുപോലെ യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവനെ ഇന്ന് വിട്ടുകൊടുക്കാൻ റെഡിയാണെങ്കിൽ, നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമായ രീതിയിൽ അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ പോലും വിസ്മയിക്കുന്നത് പോലെ ഒരു കളിമണ്ണിനെ അതിൻ്റെ ശില്പിടയിൽ കൊടുക്കുമ്പോൾ ആ ക്ലേ നിന്നിട്ട് പറയുക, വലിയ ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുക, ഇനി ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അതിനൊരു മനോഹരമായ പാത്രമാവാൻ പറ്റുമോ? ഒരു കളിമണ്ണ്, ഒരു ക്ലേ കിട്ടി, ഒരു കളിമണ്ണ് കിട്ടിയിട്ട് അതിനെ ഒരാൾ ഒരു നല്ല മെനഞ്ഞൊരു പാത്രമാക്കാൻ ശ്രമിക്കുമ്പോൾ ആ മണ്ണ് ഇച്ചിരി കൂടെ കട്ടി പിടിച്ചിങ്ങനെ നിൽക്കുമോ? ഞാൻ അനങ്ങത്തില്ലെന്ന് പറഞ്ഞ് നിന്നാൽ അതിനൊരു മനോഹരമായ ശില്പി അല്ലെങ്കിൽ ഒരു പാത്രമായി മാറാൻ പറ്റുമോ? അതിന് ആ ഫ്ലോയിൽ അതങ്ങ് ചെയ്യുമ്പോഴല്ലേ ആ ഒരു മനോഹരമായ ഔട്ട്പുട്ട് വരുന്നത്. എന്നതുപോലെ തന്നെ യേശുവിൻ്റെ കയ്യിൽ കൊടുത്താൽ പിന്നെ ഞാൻ അതിനെ തിരിച്ചു പിടിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ യേശുവെ അങ്ങയുടെ കരങ്ങളിൽ തരുക. ഇനിയും അതിൻ്റെ പുറത്ത് ദൈവം പ്രവർത്തിക്കുന്നത് എന്താണെന്ന് കാണാൻ എക്സൈറ്റഡ് ആയിട്ടിരിക്കണം. ഇന്ന് സറണ്ടർ ടു ജീസസ്. യേശുവിൻ്റെ വാക്കിനെ അനുസരിക്കുക എന്ന് പറയുന്നത് നമ്മളെല്ലാം ഒരു വിശ്വാസിയാണ്. നമ്മൾ യേശുവിനെ അനുസരിക്കുന്നവരാ. യേശു ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഭാരപ്പെടാൻ? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ടെൻഷൻ അടിക്കാൻ? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കരയാൻ? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പേടിക്കാൻ? പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? അപ്പം നമ്മൾ യേശുവിൻ്റെ വാക്കിനെ അനുസരിക്കുന്നവരാണോ? ഇനി ഇന്ന് മുതൽ യേശുവെ അങ്ങയുടെ വാക്കിനെ ഞാൻ അനുസരിക്കുക എന്ന് പറയുന്ന എത്ര പേരുണ്ട്? അത്ഭുതം കണ്ടിട്ട് പേടിക്കാതിരിക്കാനല്ല പറയുന്നത്. ആ പ്രശ്നത്തിൻ്റെ നടുവിലും നിങ്ങളുടെ മുഖത്തെ ചിരി മാറാതെ, ഇവിടെയും എൻ്റെ യേശു എന്നെ നടത്തും, ഇത് ഞാൻ യേശുവിൻ്റെ കയ്യിൽ കൊടുത്തതാണെന്ന് വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ ചെല്ലുന്നിടത്ത് നിങ്ങളുടെ സ്റ്റെപ്പിൽ യേശു അത്ഭുതത്തെ ചെയ്യാൻ തുടങ്ങും. കാലെടുത്ത് വെച്ച നിമിഷം ചെങ്കടൽ പിളർന്നെങ്കിൽ, കാലെടുത്ത് വെച്ച സെക്കൻഡിൽ വെള്ളം മാറി ആ ഒരു സോളിഡായെങ്കിൽ, ഇത് വിശ്വസിക്കുന്ന നിമിഷം തൊട്ട് ചെന്ന് നിൽക്കുന്നിടത്ത് അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ. ശരീരത്തിൻ്റെ മേലായിക്കോട്ടെ, ആവശ്യങ്ങളുടെ മേലായിക്കോട്ടെ, വർഷങ്ങൾ വേണ്ട, അവൻ്റെ കരത്തിലോട്ട് കൊടുത്ത് അവൻ്റെ വാക്കിൽ വിശ്വസിച്ച് സ്റ്റെപ്പ് വെക്കാൻ റെഡിയാണെങ്കിൽ ഇവിടെ നിന്ന് പുറത്ത് പോകുന്ന നിമിഷം തൊട്ട് അത്ഭുതം 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 അത്ഭുതമാ. യേശു സറണ്ടർ ചെയ്തപ്പോൾ സകലത്തിൻ്റെ മേലും അവൻ അധികാരം കൊടുത്തേക്കുക. എങ്കിൽ അതേതുപോലെ തന്നെ യേശുവിൻ്റെ മക്കളായ നമുക്കും അവനിലൂടെ സകലത്തിൻ്റെ മേലും അധികാരം തന്നിരിക്കുന്നത്. യേശുവിനെ എല്ലാത്തിൻ്റെ മേളിൽ നിർത്തിയിരിക്കുക. യേശുവിൻ്റെ മകനായ എന്നെ എല്ലാത്തിൻ്റെ മേളിൽ തന്നിരിക്കുക. മക്കളായതിന് ഞാൻ സകലത്തിൻ്റെ മേലും അധികാരമുള്ളവരാണ്. സകലത്തിൻ്റെ മേലും അധികാരമുള്ളവരാണ് നിങ്ങൾ പറയുന്നതിന് വിപരീതമായി നടക്കത്തില്ല. നിങ്ങൾ പറയുന്നതിനും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനും വിപരീതമായി നടക്കത്തില്ല. ഞാൻ പെട്ടെന്നൊരു സാക്ഷ്യം പറയാം. നിങ്ങൾക്ക് വലിയ സാക്ഷിയാണോ എന്നൊന്നും അറിയത്തില്ല, എനിക്ക് ഭയങ്കരമായിരുന്നു.
കഴിഞ്ഞ ക്രിസ്മസ് കഴിഞ്ഞൊരു ന്യൂ ഇയറിന് മുമ്പുള്ള സമയത്ത് ചേച്ചിയും കൊച്ചും ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ വീട്ടിൽ അപ്പോൾ അവർക്ക് എന്തോ ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാനും അമ്മയും ചേച്ചിയും കൊച്ചും കൂടെ പോയി. ഞാൻ ഈ കളക്ട്രേറ്റിൻ്റെ അവിടെയുള്ള ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നൊരു കടയിൽ കയറി. എനിക്ക് ഷോപ്പിങ്ങേ ഇഷ്ടമില്ലാത്ത ആളാണ്. ഇവർ കയറി ഏതാണ്ടൊക്കെ മേടിക്കും. ഞാൻ ചുമ്മാ ബോറടിച്ച് അവിടെ വാതിക്കലിരിക്കും. അപ്പോൾ അവിടെ പെർഫ്യൂംസിൻ്റെ ഏരിയയിൽ ഞാൻ കണ്ടു. ഞാൻ ചുമ്മാ അതുവഴി നടന്നു. അപ്പോൾ എനിക്കൊരു പെർഫ്യൂം മേടിക്കണം. ഞാൻ ചെന്ന് നടന്നിട്ടെങ്ങും ഞാൻ നല്ലൊരു 1 മില്യൺ എന്ന് പറയുന്നൊരു പെർഫ്യൂം കണ്ടു. എനിക്കറിയാം ഇത് നല്ല വിലയുള്ള പെർഫ്യൂമാണ്. അപ്പം ഞാൻ ചുമ്മാ അവരോട് ചോദിച്ചു വല്ല ഓഫറോ വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ച് അവരെനിക്കൊരു പേപ്പർ പോലത്തെ സാധനത്തിൽ സാമ്പിൾ അടിച്ച് ഇത് സ്മെൽ ചെയ്യാൻ മടക്കാൻ തന്നു. ഞാൻ ഇതും പിടിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അവരോട് ഇതിന് എത്രയാണെന്ന് ചോദിച്ചാൽ അവരോട് 7300 രൂപയെന്ന് പറഞ്ഞു. ഞാൻ അവർ കേട്ടിട്ടില്ലാത്തൊരു ബ്രാൻഡ് പെർഫ്യൂമിൻ്റെ പേര് അവരോട് ചോദിച്ചു. അവർ ഞെട്ടിയൊക്കെ നിന്ന്. ഞാൻ പറഞ്ഞു ഞാൻ അത് നോക്കിയാണ് വന്നേ, അതില്ലാത്തതുകൊണ്ട് പോവാന്ന് പറഞ്ഞ് ഞാൻ നൈസായിട്ട് തിരിച്ച് ആ വണ്ടിയെ വന്നിരുന്നു. ഞാൻ വണ്ടിയെ വന്നിട്ട് ഇത് അമ്മേനെ എല്ലാം കാണിച്ചു. അടിപൊളി പെർഫ്യൂമാണ്, പക്ഷേ 7000 രൂപയാണ്. ഞാൻ മേടിച്ചില്ല. ഞാൻ തിരിച്ചു പോന്നു. ഞാൻ തിരിച്ചു വന്നു വീട്ടിൽ. ഞാൻ ഒരിക്കലും അങ്ങനെ അപ്പാടെ അമ്മയുടെ റൂമിൽ കയറി അവരുടെ കബോർഡൊന്നും തുറക്കുന്നതല്ല. അന്ന് ഞാൻ ചുമ്മാ കയറി എന്തോ സംസാരിച്ച് അപ്പായിട്ട് ഇരുന്നിട്ട് അന്ന് വൈകിട്ട് ഞാൻ ഇവരുടെ മുറിയിലെ കബോർഡ് തുറക്കുമ്പം ഞാൻ കാണുന്നത്, ഞാൻ ഏത് പെർഫ്യൂമാണോ ആഗ്രഹിച്ച് അവിടെ നിന്ന് ഇറങ്ങി വന്നേ അതേ പെർഫ്യൂം ഒരു പുതിയ പാക്കറ്റ് എനിക്ക് വേണ്ടി യേശു അവിടെ കൊണ്ടുവച്ചേക്കുക. ഞാൻ ചോദിച്ചത് എവിടുന്നാ? അപ്പോൾ പറഞ്ഞു ഇന്നൊരു പുള്ളി ഒന്ന് ഗിഫ്റ്റ് തന്നിട്ട് പോയതാ. ഞാൻ ഏത് പെർഫ്യൂമാണോ ആഗ്രഹിച്ചത് അതേ പെർഫ്യൂം എൻ്റെ കബോർഡിൽ കൊണ്ടുവച്ച് എൻ്റെ ചെറിയ ആഗ്രഹത്തെ സാധിച്ചു തരാൻ നിങ്ങൾക്ക് എത്രമാത്രം അറിയത്തില്ല. ഞാൻ ഇവരോടെല്ലാം പറഞ്ഞു, ഞാൻ ഇവരെ എല്ലാം കാണിച്ചു. ഞാൻ ആഗ്രഹിച്ചതിൻ്റെ ആ ടെസ്റ്റർ അവരടിച്ചു തന്ന പെർഫ്യൂമിൻ്റെ മണമായിട്ട് തന്ന സാധനം ഞാൻ കാണിച്ചു. ഞാൻ ആഗ്രഹിച്ച് വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമായി എന്നോട് കൂടെ ഇരിക്കുന്നെങ്കിൽ എൻ്റെ ഏത് വലിയതും ചെറുതുമായ ആവശ്യവുമായിക്കോട്ടെ എന്നെ നടത്താൻ മതിയായവൻ തന്നെയാണ്. ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നൊന്നുമില്ല. ഞാൻ ഒന്നും കരഞ്ഞ് പറഞ്ഞുമില്ല. പക്ഷെ എൻ്റെ ആവശ്യങ്ങളെ അറിഞ്ഞു തരുന്നവൻ, എൻ്റെ ആഗ്രഹങ്ങളെ അറിഞ്ഞു തരുന്ന ഒരാളാണ് എന്നോട് കൂടെ ഇരിക്കുന്നത്. ആ യേശുവിൻ്റെ കയ്യിലൊന്ന് വിട്ടുകൊടുത്തേ, ആ യേശു പറഞ്ഞ വാക്കിലൊന്ന് ഉറച്ചു വിശ്വസിച്ച് നോക്കി. നിങ്ങളുടെ മുമ്പിലോട്ട് വെക്കുന്ന ഓരോ സ്റ്റെപ്പും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമായിരിക്കും. ഒബേ ആൻഡ് സറണ്ടർ. അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അവൻ്റെ കയ്യിലോട്ട് വിട്ടുകൊടുക്കുക എൻ്റെ ജീവിതം. യേശുവിന് ആഗ്രഹമുള്ളതുപോലെ എന്നെ മെനഞ്ഞെടുക്കണമേ അപ്പ. ഒരു വാക്യം വായിക്കാം. ലൂക്കോസ് 9:23-24 വായിക്കണം. ലൂക്ക് 9:23-24. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തന്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കും. തന്നെത്താൻ നിഷേധിക്കാൻ, യേശുവിന്റെ പുറകെ പോവാൻ നിങ്ങൾ പ്ലാൻ ചെയ്തോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ പുറകെ പോവാൻ തീരുമാനിച്ചോ? പിന്നെ തന്നെത്താൻ നിഷേധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വിചാരിച്ചാൽ എനിക്ക് എത്താവുന്ന കുറേ സാഹചര്യങ്ങളുണ്ട്, സ്ഥാനങ്ങളുണ്ട്. എന്നാൽ അതിനെയെല്ലാം ഞാൻ വിട്ട് യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനെന്ന് പറയുന്ന ആളുടെ കഴിവിലല്ല ഞാൻ ആശ്രയിക്കുന്നത്. ഡോക്ടറിൻ്റെ മോൻ ഡോക്ടറാവുന്നു, എൻജിനീയറിൻ്റെ മോൻ എൻജിനീയർ ആവുന്നു, സാധാരണക്കാരുടെ മക്കൾ സാധാരണക്കാരനാകുന്നു. ഇതല്ല കിങ്ഡം പോളിസി. യേശുവിലുള്ള അനുഗ്രഹം എന്ന് പറയുന്നത് ഇതല്ല. സാധാരണക്കാരൻ്റെ മോനാണോ, വലിയ പേരൊന്നും ഉള്ള ആളായിരിക്കത്തില്ല, എന്നാൽ എനിക്ക് വേണ്ടി വരുന്നത് അവൻ്റെ ധനത്തിന് തക്കവണ്ണമായതാ. പിന്നെ ഞാനെന്ന് പറയുന്ന ആൾക്ക് ഈ ലോകത്തിൽ വലിയ വിലയൊന്നുമില്ല. കാരണം എൻ്റെ കഴിവ് വെച്ചുള്ളതല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത്, അവൻ്റെ ധനത്തിന് തക്കവണ്ണമായി, അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് ഈസ് ഗോണ. പിന്നെ ഞാനെന്ന് പറയുന്ന ആൾ എന്തിനാ യേശുവിലായി കഴിഞ്ഞാൽ? എൻ്റെ കഴിവിന് അവിടെ പ്രസക്തിയില്ല, എൻ്റെ ആരോഗ്യത്തിന് അവിടെ പ്രസക്തിയില്ല, എൻ്റെ സമ്പത്തിന് അവിടെ പ്രസക്തിയില്ല, എൻ്റെ അറിവിന് അവിടെ പ്രസക്തിയില്ല. അറിവ് വെച്ചാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കത്തില്ല.
കഴിവ് വെച്ചാണെങ്കിലും നിൽക്കത്തില്ല. പണ്ട് സ്കൂളിലൊക്കെ എന്തെങ്കിലും വായിക്കാൻ പറഞ്ഞാൽ ഞാനിങ്ങനെ ആടുമായിരുന്നു നിന്ന്. യേശുവിന് ഒരാൾ ജീവിതം വിട്ടുകൊടുത്ത പിന്നെ ഞാനെന്ന് പറയുന്ന ആളിൽ ഒരു കഴിവിലുമല്ല നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നത്. നമ്മൾ വിചാരിക്കും ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ട്, ഒന്നുമല്ല. അവൻ്റെ ധനത്തിന് തക്കവണ്ണമായി ഹീസ് ഗോണ പ്രൊവൈഡ് യു അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ്. അവൻ്റെ ധനത്തിന് തക്കവണ്ണം ഇന്നയാളുടെ മോൻ ഇന്നയാളാവും എന്നുള്ള പോളിസിയിലല്ല. ഞാൻ യേശുവിലാണെങ്കിൽ ഞാൻ ഏത് സാഹചര്യത്തിൽ കടന്നാലും എനിക്ക് വേണ്ടുന്നത് അവൻ്റെ ധനത്തിന് തക്കവണ്ണമായി അവൻ്റെ നാമം മഹത്വപ്പെടുന്ന മാറ് ഞാൻ പോലും വിസ്മയിച്ചു പോകുന്ന രീതിയിൽ ഈ ദിവസങ്ങളിൽ എക്സൈറ്റഡ് ആയിക്കോണം. അത്ഭുതം ആ ലെവലിലാണ് വരുന്നത്. അർജുന ഒന്ന് വായിക്കാം അടുത്തുള്ള. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും. അവന്റെ നിമിത്തം എന്ത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും, അതൊരു കളിയാക്കായിക്കോട്ടെ, നിന്ദിക്കതായിക്കോട്ടെ, മാറ്റി നിർത്തിയതായിക്കോട്ടെ, ഈ ലോകത്തിൽ വെച്ച് തന്നെ അതിന് പ്രതിഫലം തന്നേ യേശു മടക്കി അയക്കത്തുള്ളൂ. അതിന് പ്രതിഫലം തന്നേ മടക്കി. കാരണം എന്നാണെന്നറിയോ, ഞാൻ എൻ്റെ യേശുവിനെ അനുസരിച്ച് ഞാൻ എൻ്റെ യേശുവുമായിട്ട് നടക്കാൻ തീരുമാനിച്ചാൽ പിന്നെ യാതൊന്നിനും എന്നെ വേർപിരിക്കാൻ പറ്റത്തില്ല. യാതൊന്നിനും പറ്റത്തില്ല. ഒറ്റ ഇതേ ഉള്ളൂ, അവൻ എഴുതിയിരിക്കുന്ന അവൻ്റെ വാക്കിനെ അനുസരിക്കണം. എല്ലാ ചിന്താകുലവും യേശുവിൻ്റെ മേലിട്ടുകൊള്ളാൻ പറഞ്ഞ് വിട്ടുകൊടുത്തോണം. ആ വാക്കിനെ അനുസരിച്ചാൽ പിന്നെ ഈ മനുഷ്യൻ്റെ ബുദ്ധി വരുന്നതും മനുഷ്യർ പറയുന്ന വാക്കിലുമല്ല ഞാൻ ആശ്രയിക്കുന്നത്. ഞാൻ ഇവിടെ നിൽക്കുന്ന ഞാൻ മാറിപ്പോയാലും മാറാത്ത ഒരാൾ എൻ്റെ കൂടെ ഇരിക്കുന്നത്. ആൻഡ് ഹീ ഈസ് ഫെയ്ത്ത്ഫുൾ. എന്നെ ഇന്ന് നടത്തിയവൻ നാളെയും എന്നെ നടത്താൻ മതിയായവനാ. എൻ്റെ മുമ്പിൽ വലിയൊരു ഉറവയൊന്നും ഞാൻ കാണുന്നില്ലായിരിക്കും, വഴികളൊന്നും ഞാൻ കാണുന്നില്ലായിരിക്കും. എന്നാൽ ചെങ്കടലിനെ പിളർത്തി വഴി തന്നവൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു സാഹചര്യവും അനുകൂലമായി കാണത്തില്ലായിരിക്കും. എന്നാൽ നിങ്ങൾ ചെന്ന് നിൽക്കുമ്പോൾ വിശ്വസിച്ച് നിങ്ങളുടെ യേശുവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് ചെന്ന് നിൽക്കുന്നിടത്ത് അത്ഭുതം നിങ്ങൾ കാണും. മറ്റാരുമില്ലായിരിക്കും എൻ്റെ കൂടെ, എന്നാൽ എൻ്റെ കൂടെ എന്നെ നടത്താൻ മതിയായ ഒരാൾ എന്നോട് കൂടെ നടക്കുന്നിടത്തോളം കാലം ഈ സാഹചര്യത്തിലും ഞാൻ വീണു പോവാൻ എൻ്റെ യേശു അനുവദിക്കത്തില്ല. സറണ്ടർ എവറിത്തിങ് ഇൻ ടു ഹിസ് ഹാൻഡ്സ്. അവൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു. അവൻ്റെ വാക്കിനെ ഒന്ന് മുറുകെ പിടിച്ച്, ഞാൻ വാലല്ല ഞാൻ തലയായി മാറും. ഞാൻ വായ്പ വാങ്ങിക്കത്തില്ല, ഞാൻ വായ്പ കൊടുക്കും. ഞാൻ രാജ്യങ്ങൾക്ക് വായ്പ കൊടുക്കും. എന്നെക്കുറിച്ചുള്ള എൻ്റെ യേശുവിൻ്റെ പദ്ധതി വലുതാ. ഈ പറഞ്ഞ വാക്കിലേക്ക് ഒന്ന് വിശ്വസിക്കാൻ റെഡിയാണോ? ഇതിനെ ഒന്ന് അനുസരിക്കാൻ റെഡിയാണോ? യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഇന്ന് പ്രശ്നങ്ങളെല്ലാം വിട്ടുകൊടുക്കാൻ റെഡിയാണോ? ഇന്ന് മുതൽ നിങ്ങൾ ചെല്ലുന്നിടത്ത് നിങ്ങൾ അത്ഭുതം കാണാൻ തുടങ്ങും. ഇന്ന് മുതൽ നിങ്ങളുടെ ചെല്ലുന്നിടത്ത് അത്ഭുതം. പിന്നെയും ഈ കയറിട്ടിട്ട് കൊടുത്തിട്ട് പിടിച്ചു വലിച്ച് പിന്നെ ഇന്ന് എനിക്ക് ബോറടിക്കുന്നു, ഇച്ചിരി കരഞ്ഞേക്കാന്ന് ഓർത്ത് തിരിച്ചു വലിച്ചെടുക്കല്ലേ. ആ പ്രശ്നത്തെ ഞാൻ യേശുവിൻ്റെ കരങ്ങളിൽ കൊടുത്തു കഴിഞ്ഞു. മക്കളില്ലാത്തവരോട് പറയാം, നിങ്ങളുടെ ആവശ്യം യേശുവിൻ്റെ കരങ്ങളിൽ കൊടുത്തോ. ഇനി ആ റിസൾട്ടിന് വേണ്ടി കാത്തിരുന്നോണം, എക്സൈറ്റഡ് ആയിട്ടിരുന്നോണം. വേണ്ടതെല്ലാം ഒരുക്കി വെച്ച് ആവശ്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ച് വരാൻ പോകുന്ന കുഞ്ഞിനായി റെഡിയായി നിന്നോണം. പണിയാൻ പോകുന്ന വീട്ടിൽ വെക്കാനുള്ള സാധനങ്ങളെ ഇപ്പോഴേ റെഡിയാക്കിക്കോണം. എനിക്ക് വേണ്ടി യേശു ഒരുക്കുന്നത് വലുതും വിശാലവുമായിട്ടാണെന്നുള്ള ഉറപ്പുള്ളവരോടാണ് പറയുന്നത്. പണിയാൻ പോകുന്ന വീട്ടിന് വേണ്ടിയ സാധനങ്ങൾ, ചെടികളെല്ലാം ഇപ്പോഴേ റെഡി ആയിക്കോണം. ഒറ്റ സെക്കൻഡ് കൊണ്ടായിരിക്കും ചിലപ്പം നിങ്ങളുടെ പ്ലാനിന് വിപരീതമായി എൻ്റെ ജീവിതത്തിൽ യേശു പ്രവർത്തിക്കാൻ പോകുന്നത്. അത്ഭുതം അവൻ്റെ കരങ്ങളിൽ വിട്ടുകൊടുത്തോ. ഇന്ന് മുതൽ അത്ഭുതത്തിൽ നിന്ന് ഞാൻ അത്ഭുതങ്ങളിലേക്കാണ് നടക്കുന്നത്. ഒരൊറ്റ വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കുക. Proverbs chapter 3 verse 5-6. Proverbs 3:5-6. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. പൂർണ്ണ ഹൃദയത്തിൽ യേശുവിനെയും വിശ്വസിക്കും നമ്മൾ, എൻ്റെ കഴിവിലും ആശ്രയിക്കും ഞാൻ. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് പോകത്തില്ല.
ഞാൻ യേശുവിനെ വിശ്വസിക്കുവാണെങ്കിൽ പിന്നെ എൻ്റെ ഞാനെന്നുള്ളതിനെ മാറ്റിവെക്കുക, എൻ്റെ ബുദ്ധിയെ ഞാൻ മാറ്റിവെക്കുക, എൻ്റെ അറിവിനെ ഞാൻ മാറ്റിവെക്കുക. നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടന്നിട്ടുള്ള എത്ര പേരുണ്ട്? അപ്പം എൻ്റെ അറിവിനെ ഞാൻ മാറ്റിവെച്ച് പൂർണ്ണ ഹൃദയത്തിൽ യേശുവിനെ വിശ്വസിച്ച് മുമ്പിലോട്ട് പോകാൻ റെഡിയാണോ? ഇന്ന് മുതൽ അത്ഭുതം നിങ്ങൾക്ക് കാണാൻ തുടങ്ങും. എവിടെ ഞാൻ അവിശ്വസിക്കുന്നുവോ, എവിടെ ഞാൻ എൻ്റെ അറിവിൽ ആശ്രയിക്കുന്നുവോ, ഞാൻ യേശുവിനെ ലിമിറ്റ് ചെയ്യുക. ഞാൻ യേശുവിനെ ലിമിറ്റ്. യേശു ഒരു ജെന്റിൽമെന്നാ. നിങ്ങൾ വിളിക്കാതെ നിങ്ങളുടെ വീട്ടിൽ ഞാൻ വരത്തില്ല. നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യാതെ നിങ്ങളുടെ കൂടെ ഞാൻ ഇരുന്ന് ഭക്ഷണം കഴിക്കത്തില്ല. ഞാൻ ഒരു ഇതും കൊടുക്കാതെ ഞാൻ യേശുവെ അങ്ങയുടെ കൈകളിൽ തന്നെന്ന് പറഞ്ഞ് വീണ്ടും ഞാൻ ഭാരപ്പെടുമ്പോൾ യേശുവിനെ അവിശ്വസിക്കുന്നതിന് തുല്യമല്ലേ? ആണോ? ഞാൻ പിന്നെയും ഭാരപ്പെടുമ്പോൾ ഞാൻ യേശുവിനെ അവിശ്വസിക്കുന്നതിന് തുല്യമല്ലേ? എന്നാലപ്പ ഞാൻ ഇന്ന് അങ്ങയുടെ കരങ്ങളിൽ തരുക. എൻ്റെ ബുദ്ധിയെ മാറ്റിവെച്ച് പൂർണ്ണ ഹൃദയത്തോടെ യേശുവിനെ വിശ്വസിച്ച്, പൂർണ്ണ ഹൃദയത്തോടെ അവൻ്റെ വാക്കിനെ ഉറച്ചു വിശ്വസിച്ച് ഇന്ന് അവൻ്റെ കരങ്ങളിൽ കൊടുക്കാൻ റെഡിയാണെങ്കിൽ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ കാണുക തന്നെ ചെയ്യും. അതാ യേശു ഏറ്റവും ആഗ്രഹിക്കുന്നത്. നേരത്തെ എല്ലാം പാടിയതും പറഞ്ഞതും എല്ലാം പോലെ വിഷയങ്ങളെ എല്ലാം മാറ്റിവെച്ച് യേശുവിനോട് കൂടെ ഒന്നിരിക്കാൻ റെഡിയാണോ? ആ പറഞ്ഞ വാക്കിനെ ഒന്ന് മുറുകെ പിടിച്ച്, യേശുവെ ഞാൻ അങ്ങയുടെ കൂടെ ആഗ്രഹിക്കുക നടക്കാൻ വേണ്ടി. അതാഗ്രഹിക്കുന്നൊരപ്പനാണ് എന്നോട് കൂടെയുള്ളത്. അത് നിങ്ങളിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ. അതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഈ പറഞ്ഞ എല്ലാ വാക്യങ്ങളും പറഞ്ഞത് ഈ ഒരു ഒറ്റ കാര്യത്തിന് വേണ്ടിയാ. പിന്നെ ഈ ലോകത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടാൻ വേണ്ടിയല്ല. ആ യേശുവിൻ്റെ വാക്കിനെ ഒന്ന് മുറുകെ പിടിച്ച് എന്നെ നടത്തൂന്ന് പറഞ്ഞ ആ വാക്കിൽ ഞാൻ ഉറച്ച് വിശ്വസിച്ച് സംശയിക്കാതെ ഒബേ ഹിസ് കമാൻഡ്മെന്റ്സ്, അവൻ പറഞ്ഞ വാക്കിനെ വിശ്വസിച്ച് ബൈബിളിൽ എഴുതി ഓരോ വാക്കിലും അനുസരിച്ച് ടേക്ക് എ സ്റ്റെപ്പ് ഫോർവേഡ്. വഴിയില്ലാത്തടത്ത് വഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വരുന്നു. ഈ തവണത്തെ ഇതുപോലെ തന്നെ ഓപ്പൺ ഡോർസ്, വഴിയും വാതിലും ഇല്ലായിരിക്കും, എന്നാൽ നിങ്ങൾ സ്റ്റെപ്പ് വെച്ച് മുമ്പിലോട്ട് പോകുമ്പോൾ വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരും. ഇതെന്നെ അറിയോ? ഞാൻ യേശുവിനോട് കൂടെ നടക്കാൻ, അവൻ്റെ വാക്കിൽ ഇത് വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിലാണ് നടക്കുന്നത്. Obey his word. അവൻ്റെ വാക്കിൽ വിശ്വസിച്ച് മുമ്പിലോട്ട് പോവും. പിന്നെയും പറയില്ലേ? ഒറ്റ വാക്യം കൂടെ വായിക്കും. മാത്യു ചാപ്റ്റർ 16 വേഴ്സ് 24. ഈ ജ്ഞാനെന്നുള്ള മനുഷ്യന് വേണ്ടിയുള്ള കേട്ടോ. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. തന്നെത്താൻ. പിന്നെ എനിക്ക് ഈ ലോകത്തിലെ ആവശ്യങ്ങളെല്ലാം ഞാൻ അങ്ങ് മാറ്റിവെക്കുക. ഞാൻ യേശുവിൻ്റെ പുറകെ പോകാൻ തീരുമാനിച്ചാൽ ഞാൻ ഈ ലോകത്തിലെ മറ്റെന്തിനേക്കാട്ടിലും ഉപരി യേശുവിനെ ഞാൻ അങ്ങേ വാല്യൂ ചെയ്യുക. ഞാൻ വിലപ്പെട്ടത് നിന്ന് അതിനാണ്. ബാക്കി കാണുന്ന എല്ലാം ഇന്ന് വന്ന് നാളെ തീരാവുന്നതാണ്. ഞാൻ ഈ ഫോൺ മേടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര പുതിയതായിരുന്നു. ഞാൻ തറയെ വെക്കത്തില്ലായിരുന്നു, ടിഷ്യൂവിൻ്റെ മേളിലൊക്കെ വെക്കത്തുള്ളായിരുന്നു. എന്നാൽ വർഷം മുമ്പിലോട്ട് പോയപ്പോൾ ഇതിൻ്റെ പല മോഡലുകൾ വന്നു. ഇത് പഴയതായിപ്പോയി. ഇപ്പം ഞാൻ ഇങ്ങനെ വെക്കും, എനിക്കൊരു കുഴപ്പമില്ല. ആ സമയത്ത് എനിക്കിത് ഏറ്റവും വിലപ്പെട്ടതായിരുന്നു. വർഷം മുമ്പിലോട്ട് പോയപ്പോൾ അതിൻ്റെ വില പോയി. ഈ ലോകത്തിലെ എല്ലാ ബന്ധങ്ങളും, എല്ലാ റിലേഷൻഷിപ്സും, എല്ലാ മനുഷ്യനും ഇങ്ങനെ തന്നെയാണ്. ഇന്ന് ഞാൻ കാണുന്നത് ഇന്ന ആവശ്യമായിരിക്കും എൻ്റെ മുമ്പിൽ, നാളെ അത് തടന്നു കഴിയുമ്പോൾ അടുത്തത് വരും. എന്നാൽ 2000 വർഷം മുമ്പ് മരിച്ചവൻ, അവൻ്റെ വിലയ്ക്ക് ഒരു കുറവും ഇന്നും സംഭവിച്ചിട്ടില്ല. അവൻ്റെ ശക്തിക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. അവൻ്റെ ബലത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. If you consider him more valuable than anything, any wants, ഇന്ന് എൻ്റെ ആവശ്യങ്ങൾ എല്ലാത്തിനേക്കാട്ടിലും യേശുവെ അങ്ങയ്ക്ക് വില കൊടുക്കുന്നവരാ യേശുവിൻ്റെ പുറകെ പോകുന്നത്. If you are ready to surrender your life, ആവശ്യങ്ങളെ മാത്രം കൊടുക്കാനല്ല, അവൻ്റെ വാക്കിൽ വിശ്വസിച്ച് നിങ്ങളുടെ ജീവിതം ഇന്ന് യേശുവിൻ്റെ കരങ്ങളിൽ കൊടുത്താൽ ഇന്ന് മുതൽ അത്ഭുതങ്ങളുടെ മേൽ അത്ഭുതം നീ കാണാൻ. പ്രാർത്ഥിച്ചിട്ട് നേടുന്നതല്ല ഇത്. ഞാൻ യേശുവിൻ്റെ കയ്യിലാണ് കൊടുത്തെങ്കിൽ ഇനിയും എന്നെ ഈ ലോകം കാണുന്നത് എൻ്റെ യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുന്നത് ഒരുപോലെ ആയിരിക്കും. യേശുവിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന, പ്രതിബിംബിപ്പിക്കുന്ന കണ്ണാടി പോലെ നിങ്ങളെ അവൻ മാറ്റും. He's gonna mold you up.
എൻ്റെ പ്ലാൻ പോലെ, എൻ്റെ പദ്ധതി പോലെ ഞാൻ ആഗ്രഹിക്കുന്ന ഇതായിരിക്കും. എന്നാൽ എൻ്റെ യേശുവിന് എന്നെക്കുറിച്ചുള്ള പ്ലാൻ അവൻ്റെ മഹത്വത്തിൻ്റെ തക്കവണ്ണമാണ്. And if you are ready to surrender your life, if you are ready to obey the word, വചനമനുസരിച്ച് അവൻ്റെ കൈകളിൽ വിട്ടുകൊടുക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് ഈ ദിവസം തൊട്ട് റെഡി ആയിക്കണം. എക്സൈറ്റഡ് ആയിക്കണം. പണിയാൻ പോകുന്ന വീടിനെ കുറിച്ച് ഓർത്ത് ഇപ്പോഴേ എക്സൈറ്റഡ് ആണ്. നീ പണിയാത്ത വീട്ടിൽ നിന്നെ താമസിപ്പിക്കുമെന്ന് എഴുതിയിരിക്കുന്നത്. എൻ്റെ ഒരു കഴിവും കാണത്തില്ല, ഞാൻ അതിൻ്റെ പുറയിൽ പോലും പോയി നിൽക്കത്തില്ല, എന്നാൽ പണിത് തീർത്ത വീട് എനിക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടുവരും. എൻ്റെ കാൽ കീഴെ കൊണ്ട് സമ്പത്ത് വെക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ കഴിവല്ല, എനിക്ക് വേണ്ടി അവൻ ഒരുക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത്. And if you are ready to surrender your life, എല്ലാ കണ്ണുകളും അടച്ച് എല്ലാവരും എഴുന്നേറ്റ്. ഓ ഷീക്കിരിമയാണ്. ഫാദർ, വി നീഡ് യു മോർ ഇൻ ദിസ് പ്ലേസ്. എൻ്റെ ആവശ്യങ്ങളെല്ലാം യേശുവേ അങ്ങയുടെ കരങ്ങളിൽ തരുമോ അപ്പ എന്ന് പറഞ്ഞ യേശു, എനിക്ക് വിലപ്പെട്ടത്, എനിക്ക് വിലപ്പെട്ടു. യേശു എനിക്ക് വിലപ്പെട്ടതപ്പ. ഞാൻ ഈ ലോകത്തിൽ ഞാൻ വിലപ്പെട്ടതെന്ന് എല്ലാത്തിനേക്കാട്ടിലും ഉപരി അപ്പ വിലപ്പെട്ടത്. ഏറ്റവും വിലപ്പെട്ടതിനെ കിട്ടിയിട്ട് വിലയില്ലാത്തതിൻ്റെ പുറകെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. യേശു ഏറ്റവും വിലപ്പെട്ടതപ്പ, ഏറ്റവും വിലയേറിയത് അപ്പ. ഓ ശിരിരിരിമേക്കിനും ഓ എല്ലാ കണ്ണുകളും ഒന്ന് പറഞ്ഞേ, നന്ദി യേശുവേ, എന്നെ ഇത്രത്തോളം നടത്തിയതിന്, എന്നെ ഇത്രത്തോളം കരുതിയ എല്ലാത്തിനുമായി നന്ദി. ഞാൻ സംശയിച്ചേനപ്പ, എന്നോട് ക്ഷമിക്കണമേ. ഇനി എൻ്റെ ജീവിതം അങ്ങയ്ക്ക് മാത്രമാപ്പ. അങ്ങയെ കണ്ട് അങ്ങയുടെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നത്. ദാറ്റ് ഇസ് സറണ്ടറിങ് എന്ന് പറഞ്ഞാൽ അതാ. എൻ്റെ ജീവിതം ഞാൻ വിട്ടുകൊടുക്കുന്നതാ ഞാൻ സറണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ. പിന്നെ ഞാൻ ബാക്കിലോട്ട് പിടിക്കുന്നതല്ല, ഞാൻ യേശു അങ്ങയുടെ കരങ്ങളിൽ വിട്ടു തരുക. എല്ലാ കണ്ണുകളും മനസ്സിൽ ഒന്നു കാണുവാൻ മാനം കാത്തു കാത്തിടും. മാമകാന്തനെ ഒന്നു കാണുവാൻ മാനം കാത്തു കാത്തിടും. യേശു അങ്ങയുടെ വരവിനായി ഞങ്ങൾ കാത്തിരിക്കുക അപ്പ. യേശു ആ മുഖത്തോട്ട് നോക്കി അങ്ങയുടെ വരവിനായി ഒരാൾ കാത്തിരിക്കുന്നത് പോലെ we are thirsty for you Father, we are thirsty for you Father. യേശു അങ്ങയെ അനുസരിച്ച് അങ്ങയിൽ എല്ലാം വിട്ടു തന്ന് യേശു ഈ ലോകത്തിൽ ഒരു സന്തോഷത്തോടെ ഒരു ജയാളിയെ പോലെ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം അപ്പ. യേശു ഇന്ന് വന്നിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്നപ്പ. ഇവർ ചെന്ന് നിൽക്കുന്നിടത്ത് അത്ഭുതങ്ങളെ ഇവരുടെ ജീവിതത്തിൽ കാണും. ഇവരുടെ മുമ്പിൽ അസാധ്യങ്ങൾ സാധ്യമാകുന്നവർ ഇവർ കാണും. പ്രതിസന്ധികൾ എന്താണെന്ന് അറിയാൻ മേലാത്തൊരു തലമുറ യേശുവെ ഈ നിൽക്കുന്ന ഓരോരുത്തരുടെയും ജനറേഷൻസ് എന്ന് പറയുന്നത് പ്രതിസന്ധി എന്താണെന്നറിയാത്തത്, ദാരിദ്ര്യം എന്താണെന്നറിയാത്തത്, തോൽവി എന്താണെന്നറിയാത്ത ഒരു തലമുറ. യേശുവെ ബിലീവ് ഇൻ യു ഫാദർ. യേശുവെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ വിട്ടു തരുമോ അപ്പ. യേശു ഇന്ന് വന്നിരിക്കുന്ന ഇവിടുന്ന് പോകുമ്പോൾ മുതൽ ഇവരുടെ ഓരോ സ്റ്റെപ്പിലും ഇവർ അത്ഭുതം കാണണം അപ്പ. വി കൺസിഡർ യു മോർ വാല്യുബിൾ ഫാദർ. ഈ ലോകത്തിലെ മറ്റെന്തിനേക്കാളും ഞങ്ങൾ അങ്ങയെ വിലപ്പെട്ടതെന്ന് എണ്ണുവോ അപ്പ. നന്ദി യേശുവേ, നന്ദി യേശുവേ. എല്ലാ പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കരങ്ങളടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യാം. എത്ര പേര് ഈ കേട്ട വചനം വിശ്വസിക്കും? കേട്ടത് വിശ്വസിച്ചാലേ ഗുണമുണ്ടാകത്തുള്ളൂ. ഇന്നു മുതൽ നമുക്ക് ഭാരങ്ങളെ മാറ്റിവെക്കാം.
അല്ലേ? പത്രോസ് 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ കയ്യിലേക്ക് ഇട്ട് തക്ക സമയത്ത് അവൻ ഉയർത്തും. ആമേൻ. അതിനൊറ്റ കാര്യമേ ഉള്ളൂ. നമ്മൾ കേട്ടതുപോലെ ഒബേ ആൻഡ് സറണ്ടർ. കേട്ടത് വിശ്വസിക്കണം. വിശ്വാസത്തിൽ നിന്ന് അനുസരണം ഉണ്ടാകുന്നത്, അനുസരണത്തിൽ നിന്ന് നമ്മൾ കീഴ്പ്പെടുന്നത്. നമുക്ക് കേട്ട വചനത്തിലേക്ക് നമുക്ക് ഇന്ന് വിതയ്ക്കാം. നമുക്ക് ഇന്ന് ഏറ്റവും നല്ലതൊന്ന് കർത്താവിൻ്റെ വേലയിലേക്ക് കൊടുക്കാം. എല്ലാവരും ഒന്ന് എടുത്ത് ഒന്ന് ഉയർത്തി പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കർത്താവിന് ഏറ്റവും നല്ലതൊന്നാണ് കൊടുക്കുന്നത്. ദൈവവചനം പറയുന്നു, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്ന ഒരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ വെച്ച് തരും. അല്ലേ? നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പുറകെ നടക്കണമെന്നല്ല, നന്മയും കരുണയും അതിന് പുറകെ നമ്മൾ പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നടന്നാൽ മതി, നമ്മുടെ പുറകെ ഉണ്ട്. നമുക്ക് ഒന്ന് എല്ലാം ഉയർത്തിപ്പിടി എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഈ സമയത്ത് സ്ലോമോ മുമ്പോട്ട് കടന്നു വന്ന് സ്തോത്രാഴ്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രിയപിതാവെ, പ്രാർത്ഥിക്കുന്ന യേശുവിൻ നാമത്തിൽ കർത്താവേ, ഞങ്ങൾ കർത്താവിന്റെ വേല കൊടുക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി മാറ്റിയതിനായി നന്ദി അപ്പ. പ്രത്യേകിച്ച് ഇന്നത്തെ വചനത്തിലേക്ക് ഞങ്ങളിത് വിതയ്ക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ 30, 60, 100 മേനി കർത്താവ് ഞങ്ങൾ കിട്ടുന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്തൃകാഹളം വാനിൽ കേൾക്കുവാൻ കാലമായില്ലേ പ്രിയരേ. കർത്തൃകാഹളം വാനിൽ കേൾക്കുവാൻ കാലമായില്ലേ പ്രിയരേ. ആസേരും നേരിന്നെ കാണുവാൻ ആമേൻ യേശുവേ വരണേ. ആസേരും നേ അങ്ങേ കാണുവാൻ ആമേൻ യേശുവേ വരണേ. ഹല്ലേലൂയ. സ്തോത്ര കാഴ്ച എടുത്തുകൊണ്ടിരിക്കുമ്പോൾ 1-2 അനൗൺസ്മെൻ്റ് ഒന്ന് ഓർപ്പിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച മുതൽ നമ്മൾ നമ്മുടെ ആരാധനാ സമയം പുനഃക്രമീകരിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. നമ്മുടെ ഫസ്റ്റ് മീറ്റിംഗ് കൃത്യം 7:30 തന്നെ ആരംഭിക്കും. 9:30 തന്നെ കൃത്യം നിർത്തും. 9:30 മുതൽ 10:30 വരെ നമുക്ക് ജീസസ് സ്കൂൾ ആയിരിക്കും. 10:30 രണ്ടാമത്തെ മീറ്റിംഗ് ആരംഭിക്കുന്നത്. 10:30 മുതൽ 12:30 വരെയാണ് രണ്ടാമത്തെ മീറ്റിങ്ങിൻ്റെ ടൈം. അതുകൊണ്ട് ഈ 2 മീറ്റിങ്ങുകളും പങ്കെടുക്കുന്നവർ ഇത് ദയവായി ശ്രദ്ധിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. അപ്പോൾ തന്നെ ജീസസ് സ്കൂളിന് കുഞ്ഞുങ്ങളെ അയക്കുവാനുള്ളവർക്ക് 9:30 മുതൽ 10:30 വരെ ആയിരിക്കും ജീസസ് സ്കൂളിൻ്റെ സമയം. നമ്മുടെ ഈ ഹോളിൽ തന്നെ ഈ ഇടതുവശത്ത്, സ്റ്റേജിൻ്റെ ഇടതുവശത്തായിട്ടായിരിക്കും ജീസസ് സ്കൂൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. നമ്മുടെ സെൻട്രൽ ഡയോസിസിൽ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ പബ്ലിക് മീറ്റിങ്സ്, മുറ്റത്ത് കൺവെൻഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മീറ്റിങ്ങുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ തങ്കു ബ്രദർ ശുശ്രൂഷിക്കും. നമുക്കൊരു വാക്കിൽ തങ്കു ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയമകൻ ഇന്ന് അവിടെ ആയിരിക്കുമ്പോൾ വലിയ കാര്യങ്ങൾ കർത്താവിൻ്റെ മകൻ്റെ കയ്യാൽ ചെയ്യിക്കുന്നതിനായി സ്തോത്രം മടങ്ങി വന്ന് വലിയ സാക്ഷ്യങ്ങളെ കേൾപ്പിക്കുവാൻ കർത്താവെ, ആ 800 കോടി ജനത്തെയും തൊടുന്ന ഒരു ഉണർവിന് നിൻ്റെ മകനെ മുന്നിൽ നിർത്തിയിരിക്കുമ്പോൾ ഞങ്ങളൊക്കെയും തോളോട് തോൾ ചേർന്ന് നിന്ന് വലിയവ ചെയ്യുവാൻ ഇടയാക്കണം. അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ചെയ്തതിനായി കർത്താവിനെ കരങ്ങളടിച്ച് സ്തോത്രം ചെയ്യാം. അപ്പോൾ തന്നെ ഈ ആഴ്ച എൻ്റെ ബർത്ത്ഡേ ആണ്, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് എന്ന് പറയുന്നവർ എഴുന്നേറ്റ് നിന്നാൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർ ഇവർക്കായിട്ടൊന്ന് നന്നായിട്ട് കരങ്ങളടിക്കാം. ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്ക് ഹാപ്പി ബർത്ത്ഡേ. പുതിയ വർഷത്തിൽ നിങ്ങളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനിയും അനേകം ബർത്ത്ഡേകളും വെഡിങ് ആനിവേഴ്സറികളും ആഘോഷിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് ഇടതരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ അടുത്ത് ഒരാൾ എഴുന്നേറ്റ് നിന്ന് അവരെ ഒന്ന് തൊട്ട് അനുഗ്രഹിക്കുമ്പോൾ നമുക്ക് ഈ സമയത്ത് ജസ്റ്റിൻ മുൻപോട്ട് കടന്നു വന്ന്, അതുപോലെ തന്നെ നമ്മുടെ ഔട്ട് സ്റ്റേഷൻ ചർച്ചസിൽ നിന്ന് ആരെങ്കിലും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും എഴുന്നേറ്റ് നിന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക. സ്വർഗീയ വിരുന്നിൻ്റെ കോട്ടയം സഭയിലല്ല നിങ്ങൾ അംഗമായിരിക്കുന്നത്, ഔട്ട് സ്റ്റേഷൻ ചർച്ചസിലുള്ളവർക്ക് വേണ്ടിയും
പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കും. ഇവരെ നമുക്കൊന്ന് കരങ്ങളടിച്ച് സ്വാഗതം ചെയ്യാം. അപ്പോൾ പുതുതായി വന്നവരെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. നമുക്കെല്ലാവർക്കും വേറെ നേരെ കാര്യങ്ങളെ നീട്ടാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇന്നിവിടെ വന്നിരിക്കുമ്പോൾ ഇന്ന് പറഞ്ഞു വിട്ട ഓരോ ദൂതുകളും, ഇന്ന് പറഞ്ഞു വിട്ട വാഗ്ദത്തങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഈ ആഴ്ചയിൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ഇന്ന് മടങ്ങി ചെല്ലുമ്പോൾ കർത്താവ്, നേരത്തെ സച്ചിൻ പറഞ്ഞതുപോലെ തന്നെ ഒരു അത്ഭുതം മാത്രമല്ല, യേശുവായിട്ട് മടങ്ങി ചെല്ലുവാൻ കർത്താവ് സഹായിക്കാൻ നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങൾ ചേർന്ന് കർത്താവ് ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന മക്കളെ അനുഗ്രഹിക്കുന്നു. കർത്താവ്, ഈ വർഷം കർത്താവ് തുറക്കപ്പെട്ട വാതിലുകളുടെ വർഷം, അതുമാത്രമല്ല കർത്താവിൻ്റെ വിശ്വസ്തത അനുഭവിക്കുന്ന വർഷം. കർത്താവ്, അതിവരുടെ ജീവിതത്തിൽ പ്രത്യക്ഷമായി കർത്താവ് ജനങ്ങൾക്ക് പിടികിട്ടുന്ന രീതിയിൽ കർത്താവ് വെളിപ്പെടുത്തുക നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ സഭയ്ക്കും ദേശത്തിനും ഈ വർഷം അനുഗ്രഹമായി തീരട്ടെ. കർത്താവ്, ഞങ്ങൾ ചേർന്ന് ഔട്ട് സ്റ്റേഷനിൽ വന്നിരിക്കുന്ന മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ഒരു കുടുംബമാണല്ലോ കർത്താവ്, സ്വർഗീയ വരുന്ന മുഴുവൻ ഒരു കുടുംബം. ഈ ഉണർവിനെ കർത്താവ് ഒരു കുടുംബം ഒരേ ദർശനത്തോടെയാണല്ലോ വിളിച്ചിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുമ്പോൾ കർത്താവ്, ഇവിടെ നടക്കുന്ന ഉണർവിൽ കർത്താവ് ഇനിയും അധികം ഉത്സാഹത്തോടെ മുമ്പിൽ ചെല്ലുവാൻ, അധികമായി കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, കർത്താവിന് വേണ്ടി ഇനിയും വേല ചെയ്യുവാൻ കർത്താവ് സഹായിക്കാൻ നന്ദി, അനുഗ്രഹിക്കുന്ന നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. എല്ലാവർക്കും ദൈവസന്നിധിയിലേക്ക് ഈ സമയത്ത് നമുക്ക് കർത്താവിൻ്റെ മേശയിലേക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ മേശയിൽ പങ്കാളികളാകുന്നത് യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ജലത്തിൽ സ്നാനം അല്ലെങ്കിൽ വിശ്വാസ സ്നാനമെടുത്തവരാണ്. സഭയിൽ സ്നാനപ്പെട്ടവരെന്നും സ്നാനപ്പെടാത്തവരെന്നും യാതൊരു വ്യത്യാസവുമില്ല. എങ്കിലും വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്നാനപ്പെട്ടവരാണ് കർത്താവിൻ്റെ മേശയിൽ പങ്കാളികളാകുന്നത്. അങ്ങനെയുള്ളവർ മാത്രം ഈ സമയത്ത് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. ഈ മേശയിൽ പങ്കാളികളാകുന്നത് പോലെ തന്നെ അനുഗ്രഹമാണ് ഇതിന് സാക്ഷ്യം വഹിക്കുന്നതും. അപ്പോൾ ഇതിന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുമ്പോൾ ഇത് മറ്റൊരു ഓർമ്മപ്പെടുത്തലും കൂടെ എത്രയും പെട്ടെന്ന് ഈ സന്തോഷത്തിലേക്ക് നിങ്ങളും കൂടെ പങ്കുചേരുവാൻ കർത്താവ് നിങ്ങളെ ക്ഷണിക്കുകയും കൂടിയാണ്. നമുക്ക് കർത്താവിൻ്റെ എല്ലാ ശനിയാഴ്ചയും രാവിലെ 9:30 മണിക്ക് നമ്മുടെ നാട്ടകത്തുള്ള സെൻറ്ററിൽ വെച്ച് സ്നാന ശുശ്രൂഷയുണ്ട്. സ്നാനപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ ആരെങ്കിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണെന്നും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. നമ്മുടെ മേശയ്ക്ക് വേണ്ടി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. സച്ചിൻ ഈ സമയത്ത് മേശയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. യേശുവെ നന്ദി അപ്പ. യേശു അങ്ങ് തന്ന വലിയ കൃപയാണല്ലോ അപ്പ ഈ മേശയിൽ പങ്കുചേരാൻ പറ്റും. യേശു, ഇത് ഞങ്ങൾക്ക് ഓരോരുത്തരും ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാക്കി മാറ്റുന്നതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് തന്നെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പത്തെ കരങ്ങളിലെടുത്തു സ്തോത്രം ചെയ്തു. എല്ലാവരും സ്തോത്രം ചെയ്തതാണ്. അതിനെ നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, ഇത് അനേകർക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, ഇതിനെ നിങ്ങൾ ഭക്ഷിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് യേശു പറഞ്ഞു. അത്താഴം കഴിഞ്ഞതിന് ശേഷം അപ്രകാരം തന്നെ അവൻ പാനപാത്രത്തെ കരങ്ങളിലെടുത്തു സ്തോത്രം ചെയ്തു. തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, ഇത് അനേകർക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിൻ്റെ എൻ്റെ രക്തമാകും, ഇതിനെ നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് യേശു പറഞ്ഞു. പ്രിയ പിതാവേ, അവിടുത്തെ പുത്രൻ്റെ കൽപ്പന പ്രകാരം ഞങ്ങൾ ഈ മേശയിൽ പങ്കാളികളാകുമ്പോൾ ഈ മേശ ഞങ്ങളുടെ അനുഗ്രഹത്തിന് നിദാനമാക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കുഞ്ഞാട്ടിൻ തിരുരക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. സെക്കൻഡ് സർവീസിൽ പങ്കെടുക്കുന്നവർ അടുത്ത സർവീസിൽ നിങ്ങൾ കർത്തൃമേശയുടെ ഭാഗമായാലും മതി.
പാനപാത്രമോ ലഭിക്കാനുണ്ടോ? അപ്പമോ പാനപാത്രമോ ലഭിക്കാനുള്ളവർ ഒന്ന് കരങ്ങളെ ഉയർത്തിയാൽ എല്ലാവർക്കും ലഭിച്ചു എന്ന് വിശ്വസിക്കാം. നമുക്ക് എല്ലാവർക്കും, സ്നാനപ്പെട്ടവർക്കും സ്നാനപ്പെടാത്തവർക്കും എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. നമുക്ക് ആ പാനപാത്രത്തെ സ്വർഗത്തിലേക്ക് ഉയർത്താം. ഈ പാനപാത്രം നമ്മളെ വിളിച്ചറിയിക്കുന്നത് നമുക്ക് വേണ്ടി ഒരുവൻ, പാപം അറിയാത്തവൻ നമുക്ക് വേണ്ടി 2 കൊരിന്ത്യർ 5:21 പറയുന്നത് പോലെ പാപമായി തീർന്നു. ഗലാത്യർ 3:13 പറയുന്നത് പോലെ നമുക്ക് വേണ്ടി ഒരുവൻ ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നമ്മളെ വിടുവിച്ച് നമ്മളെ പാപമില്ലാത്തവരായി കുറ്റരഹിതരായി യേശുക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ നീതിയായി ദൈവസന്നിധിയിൽ നിർത്തേണ്ടതിന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് മേശയിൽ പങ്കാളികളാകാം. പ്രിയ പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇതിൽ പങ്കാളികളാകുവാൻ അങ്ങ് ഞങ്ങൾക്ക് അവസരം തന്നതിനായി സ്തോത്രം. അനേകർക്ക് തിരിച്ചറിയുവാൻ സാധിക്കാത്ത ഈ സത്യം ഞങ്ങൾക്ക് തിരിച്ചറിയുവാൻ, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണെന്നും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്നുമുള്ള ദൈവവചനം ഞങ്ങളിൽ നിറവേറ്റിയല്ലോ. ഞങ്ങൾ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടവരായി ദൈവ മക്കളെന്നുള്ള പദവിക്ക് യോഗ്യരായി ഞങ്ങൾ തീർന്നല്ലോ. നന്ദി പറയുന്നപ്പാ, നന്ദി പറയുന്നു. ഈ മേശയിൽ ഞങ്ങൾ പങ്കാളികളാകുമ്പോൾ ഈ സന്തോഷവും ഭാഗ്യവും അനുഭവിക്കാത്ത ഒത്തിരി പേരുണ്ട്. പത്രോസിന്റെ ലേഖനത്തിൽ ഞങ്ങളെ ഓർപ്പിക്കുന്നത് പോലെ അന്ധകാരത്തിൽ നിന്ന് അവിടുത്തെ അത്ഭുത പ്രകാശത്തിലേക്ക് ഞങ്ങളെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാനുള്ള തീരുമാനവും എടുത്തുകൊണ്ട് മടങ്ങിപ്പോകുവാൻ ഞങ്ങളുടെ സഭയിൽ അങ്ങ് നൽകിയിരിക്കുന്ന ദർശനം പോലെ 800 കോടി ജനത്തിൻ്റെ അടുക്കിലേക്കും ഈ സുവിശേഷം എത്തിക്കുവാൻ തക്കവണ്ണം അതിൽ ഭാഗവാക്കുകളാകുവാൻ, ചുമൽ കൊടുക്കുവാൻ ഞങ്ങളെയും സഹായിക്കണം. ഞങ്ങൾ പാനം ചെയ്യുക, അനുഗ്രഹമാക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് ചേർന്ന് പാനം ചെയ്യാം. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ട് നന്നായിട്ടൊന്ന് അനുഗ്രഹിച്ച് അവരോട് പറഞ്ഞ് ഇന്ന് കേട്ട ദൈവവചനവും ഏറ്റെടുത്തുകൊണ്ട് മടങ്ങിപ്പോക്കോണം. നമുക്ക് പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഈ സമയത്ത് ബിജു ബ്രദർ സ്റ്റേജിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിച്ച് നമുക്ക് സഭായോഗം അവസാനിപ്പിക്കാവുന്നതാണ്. മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നും ചേറ്റിൽ എന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസ്സിൻ നാളെല്ലാം. പിതാവേ സ്തോത്രം. അവിടുന്ന് കർത്താവെ ഞങ്ങളെല്ലാം വീണ്ടെടുത്ത് സ്വർഗത്തിൽ സ്ഥാനം തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. കൂടി വന്ന് കർത്താവിൻ്റെ കൂടെ കർത്താവിൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ള കർത്താവ് മേശയിൽ ഞങ്ങൾ പങ്കാളികളാകുവാൻ ഞങ്ങളെല്ലാം സഹായിച്ചതിനായി സ്തോത്രം. കർത്താവ് വരുന്ന ആഴ്ചക്കാലം മുഴുവൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് തന്ന് അതിൽ ആശ്രയിച്ച് കർത്താവെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. കൂടി വന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിൻ്റെ നാമത്തിൽ. ആമേൻ. ആകയാൽ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധം, സഹവാസം, കൂട്ടായ്മ നാം ഓരോരുത്തരോടും കൂടി ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ വരവോളം ഇരിക്കുമാറാകട്ടെ. ആമേൻ. യേശുക്രിസ്തു മുഖാന്തരം ഈ ആഴ്ചക്കാലം നമ്മളെ ജയോത്സവമായി നടത്തുന്ന പിതാവിനെ നമുക്ക് ആർത്തു വിളിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വാക്ക് നമുക്ക് സച്ചിന് വേണ്ടി കൂടെ പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, എല്ലാവരും കരങ്ങളെ നീട്ടിക്കുകയും മകനെ ഓർത്ത് സ്തോത്രം. ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ പ്രിയ മകനെ അങ്ങ് ശക്തമായി ഉപയോഗിച്ചു. ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുവാൻ ആവശ്യമായ വചനം എന്ന മായമില്ലാത്ത പാൽ നിന്റെ മകനിലൂടെ ഞങ്ങളുടെ മേൽ പകർന്നു തന്നു. ആ ബലപ്പെട്ട് മടങ്ങി പോകുവാൻ ഞങ്ങളെ സഹായിച്ചു. നന്ദി കർത്താവേ. ഇതൊന്നും ആയിട്ടില്ല, രാജ്യങ്ങൾക്ക് അനുഗ്രഹമാണ് കർത്താവേ. കടന്നു ചെല്ലാത്ത ഭൂഖണ്ഡങ്ങളിലേക്ക് നിന്റെ മകനെ അങ്ങ് അയക്കാൻ പോകുന്നത് ഓർത്ത് സ്തോത്രം. ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. വചനത്തിൻ്റെ വാതിലുകൾ തുറക്കണം. അഭിഷേകത്തിൻ്റെ ശുശ്രൂഷ, ശക്തിയുടെ ശുശ്രൂഷ, ആത്മാവിൻ്റെ ശുശ്രൂഷ മകനെ കൊണ്ട് ചെയ്തെടുക്കുന്നതിനായി നന്ദി. അനുഗ്രഹിക്കുക യേശുവിൻ്റെ നാമത്തിൽ.